നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിലുള്ള ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ മുന്നത്തെ ടോപ്പിക്, അതായത് നമ്മുടെ പ്രവൃത്തി ഊർജ്ജം പവർ എന്നുള്ളൊരു ടോപ്പിക്ക് ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം. സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറി കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ്രവ്യവും പിണ്ഡവും എന്ന ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സബ്ജക്റ്റും എക്സാമിനേഷന് മുന്നേ മാക്സിമം തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന ടോപ്പിക്ക് നോക്കാം. ഓക്കെ, എന്താണ് ദ്രവ്യം? ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ. എന്താണ് ഈ ദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ ഇതൊരു വസ്തുവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ വസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ചെറിയ ഭാരമുണ്ട് അല്ലേ, അതുപോലെ ഇതിന് ഇരിക്കാനായിട്ടൊരു സ്പേസ് വേണം. ഈ രണ്ട് കാര്യം ശരിയല്ലേ? നമ്മളൊരു വസ്തുവാണ്, നമ്മൾക്ക് നമ്മുടെ ഒരു ഭാരമുണ്ട്, നമുക്ക് നിൽക്കാനായിട്ട്. ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാനൊരു സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിൽക്കാനായിട്ട് നിങ്ങളുടേതായ ഒരു സ്പേസ് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാരവുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിശ്ചിത ഭാരമുള്ളതും അതുപോലെ സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദ്രവ്യം എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് എന്തോർക്കാം? ഒരു പേനയോ നമ്മളെയോ ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് ദ്രവ്യം എന്ന രീതിയിൽ ആലോചിച്ചിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. എന്താണ്? അതിന് ഒരു നിശ്ചിത ഭാരവും ഉണ്ട്, അതിന് സ്ഥിതി ചെയ്യാനായിട്ട് സ്ഥലവും ഉണ്ട്. അപ്പം എക്സാമിനേഷൻ ചോദിക്കുകയാണ്, ഒരു നിശ്ചിത ഭാരവും സ്ഥിതി ചെയ്യാൻ സ്ഥലവുമുള്ള വസ്തുക്കളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ദ്രവ്യം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 7 അവസ്ഥകളും നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ ആദ്യത്തെ 3 നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്, 4ാമത്തേത് നമുക്ക് അറിയാമായിരിക്കും. ഇതൊക്കെ പുതിയതാണ്, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഖരം, ദ്രാവകം, വാതകം. 4ാമത്തത് പ്ലാസ്മ. 5ാമത്തത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇതാണ് ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ. ഇത് കൂടാതെ ദ്രവ്യത്തിൻ്റെ പുതിയ 3 അവസ്ഥകൾ കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, പക്ഷേ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ ലാസ്റ്റത്തെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 അവസ്ഥ എന്ന് പറഞ്ഞാൽ ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം ആൻഡ് റിഡ്ബർഗ് പോളറോൺസ് ആണ്. ടൈം ക്രിസ്റ്റൽ, എക്സൈറ്റോണിയം ആൻഡ് റിഡ്ബർഗ് പോളറോൺസ് ആണ്. അത് നിങ്ങൾ അറിഞ്ഞു വെക്കുക, പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അത്ര അറിയാമായിരിക്കും നിങ്ങൾക്ക്. 5ാമത്തെ എന്താണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ആൻഡ് 7ാമത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇനി ഇതിൽ ആദ്യത്തെ 3 നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അല്ലേ? ഖരം, ദ്രാവകം, വാതകം. എന്താ നമുക്കറിയാവുന്നത്? ഇവിടെ ഒരു ഖര തന്മാത്ര, ദ്രാവക തന്മാത്ര, വാതക തന്മാത്ര നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഖരവസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡാണ് അല്ലേ. അവർക്ക് എന്താണ്? അവർക്ക് നിശ്ചിതമായ ഒരു നിശ്ചിത ഷേപ്പ് ഉണ്ട്, ഒരു ആകൃതി ഉണ്ട് അല്ലേ, ഒരു രൂപമുണ്ട്, അവർക്ക് നിശ്ചിതമായ ഒരു ആകൃതി ഉണ്ട്. അതിൽ എങ്ങനെയാണ് തന്മാത്രകൾ? വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് ഖരപദാർത്ഥങ്ങളിൽ. വളരെ അടുത്തടുത്ത തന്മാത്രകൾ ഇരിക്കുന്നത്, ഒട്ടും സ്പേസ് ഇല്ലാണ്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് അവരിയ്ക്കുന്നത് അല്ലേ. അതേസമയം ദ്രാവകത്തിലോട്ട് വന്നേ, ദ്രാവകം ആകുമ്പോഴേക്കും നമുക്കറിയാം ദ്രാവകത്തിന് പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല അല്ലേ. അത് ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും. കുപ്പിയിലാണെങ്കിൽ കുപ്പിയുടെ ഷേപ്പ്, ബക്കറ്റിലാണെങ്കിൽ ബക്കറ്റിൻ്റെ ഷേപ്പ്. അങ്ങനെയല്ലേ വെള്ളം നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്രാവകത്തിലെ തന്മാത്രകൾ അത്ര ക്ലോസ്ലി ഇവിടെ കാണുന്ന പോലെ അത്ര അടുത്തല്ല. അവർ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് അവർക്കിടയിൽ. ഇത്രയും എന്താ പറയുക, വളരെ ക്ലോസ്ലി പാക്ഡ് അല്ല. അതാ കുറച്ച് ലൂസായിട്ടാണ്, ലൂസ്ലി പാക്ഡ് ആണ് അതിൽ തന്മാത്രകളെല്ലാം കാണുന്നത്. അതേസമയം നമ്മൾ വാതകത്തിലോട്ട് വരുമ്പോൾ കുറേ കൂടെ അകലമുണ്ട് തന്മാത്രകൾ തമ്മിൽ അല്ലേ. വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ തന്മാത്രകൾ വളരെ ഗ്യാപ്പിട്ടാണ് വാതകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കറിയാം വാതകത്തിനും ഇതേപോലെ ഒരു നിശ്ചിതമായ ഷേപ്പൊന്നുമില്ല അല്ലേ. നമുക്ക് ആ ഒരു ഡിഫറൻസ് മാറ്റർ വെച്ച് അറിയാൻ പറ്റും. ഖരപദാർത്ഥങ്ങൾക്ക് നമുക്ക് കണ്ടാൽ നമുക്ക് പിടിക്കാൻ നമുക്കൊരു നിശ്ചിതമായ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ദ്രാവകം അങ്ങനെയല്ല, നമുക്കറിയാം ഏത് പാത്രത്തിലാണോ അതിൻ്റെ ഷേപ്പാണ്. വാതകവും അങ്ങനെ തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് 3ലും തന്മാത്രയുടെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾക്ക് പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, ഇവയെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 അവസ്ഥകൾ നമ്മൾ പറഞ്ഞു. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. 5ാമത്തെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്ന
ടോപ്പിക്കാണ്. ഇതിൽ ഈ പ്ലാസ്മയെ പറ്റിയിട്ട് ചോദിക്കുന്ന എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്മയിൽ തന്മാത്രകളൊക്കെ നമ്മൾ ഖരവും ദ്രാവകവും വാതകവും കണ്ടല്ലേ. ഖരത്തിലെല്ലാം ഒരു നിശ്ചിതമായ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറഞ്ഞു. ദ്രാവകങ്ങളിൽ കുറച്ചുകൂടി ലൂസായിട്ടാണ് തന്മാത്രകളുടെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, വാതകങ്ങളിൽ വളരെ ഫ്രീ ആയിട്ടാണ് അവർ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ പ്ലാസ്മയുടെ പ്രത്യേകത പറഞ്ഞാൽ ക്രമരഹിതമായ ഒരു അറേഞ്ച്മെൻറ്റാണ്. തന്മാത്രകളൊക്കെ വളരെ ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുന്നത് എവിടെ? പ്ലാസ്മയിൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്ലാസ്മയിലെ തന്മാത്രകൾ എങ്ങനെ കാണപ്പെടുന്നു? ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു. ഇനി സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നൽ, സൂര്യനിൽ നക്ഷത്രങ്ങളിൽ മിന്നൽ നടക്കുമ്പോഴൊക്കെ ദ്രവ്യം ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യനിൽ ദ്രവ്യത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. സ്റ്റാർസിലൊക്കെ, നക്ഷത്രങ്ങളിലൊക്കെ ദ്രവ്യം ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതും പ്ലാസ്മ അവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ 99% ഏതവസ്ഥയിലാണ് ദ്രവ്യം ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ദ്രവ്യം ഏറ്റവും കൂടുതൽ ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ്. ഏറ്റവും ഉയർന്ന ഊഷ്മാവിലാണ് പ്ലാസ്മ അവസ്ഥയിൽ അല്ലേ. സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഭയങ്കര ടെമ്പറേച്ചറാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്നത് ആണ് ഈ പ്ലാസ്മ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ഭയങ്കര ചൂടിൽ ഇതിങ്ങനെ ദ്രവ്യം അയണീകരിക്കപ്പെട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് പ്ലാസ്മയെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന ഏതവസ്ഥയിൽ? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. ക്രമരഹിതമായിട്ട് തന്മാത്രകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. സൂര്യനിൽ ദ്രവ്യം ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിൽ. മിന്നലുണ്ടാകുമ്പോൾ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. നക്ഷത്രങ്ങളിൽ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം അയണീകരിക്കപ്പെട്ട് കാണുന്ന അവസ്ഥ ഏത്? പ്ലാസ്മ അവസ്ഥ. കിട്ടിയില്ലേ? പ്ലാസ്മയെ പറ്റി ഇത്രയും പഠിച്ചാൽ മതി. ഇതിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പോൾ ഇത്രയാണ് പ്ലാസ്മയെ പറ്റി അറിയേണ്ടത്. ഇനി ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? ആ പേര് തന്നെയുണ്ട്. ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ബോസ് എന്ന് പറയുന്നത് സത്യേന്ദ്രനാഥ ബോസും ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും ചേർന്ന് കണ്ടുപിടിച്ച ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റിൻ്റെ പ്രത്യേകത ഏറ്റവും താഴ്ന്ന ഊഷ്മാവിലായിരിക്കും ദ്രവ്യം. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ പ്ലാസ്മ സ്റ്റേജിലാണെങ്കിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിലായിരിക്കും ഫെർമിയോണിക് കണ്ടൻസേറ്റിൽ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ എന്താണ്? ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഒരു നിശ്ചിത ഭാരം ആവശ്യമുള്ള ഏത് വസ്തുവും ദ്രവ്യമാണ്. ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥയാണ്. ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥകൾ. അതിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു. 4ാമത്തെ അവസ്ഥയെ പ്ലാസ്മയിലെ പ്രത്യേകത ക്രമരഹിതമായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ, ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്ന അവസ്ഥ. സൂര്യനിലും ഇടിമിന്നലുണ്ടാകുമ്പോഴും നക്ഷത്രങ്ങളിലും പ്ലാസ്മ അവസ്ഥയിലാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഏറ്റവും വ്യാപന സാധ്യത കൂടുതൽ, പെട്ടെന്ന് വ്യാപിക്കാനുള്ള ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ അതിനുള്ള സാധ്യതയുള്ളത് പ്ലാസ്മ അവസ്ഥയിലാണ്. അതും കൂടെ ഓർത്തോളുക. 5ാമത്തെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആരൊക്കെയാണ് ആ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവിലുള്ള അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ 7ാമത്തെ അവസ്ഥയാണ് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ക്വാർക്ക് എന്ന് പറയുന്നത് ഏതൊരു പദാർത്ഥത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ്. അപ്പോൾ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രാഥമിക കണം ഏതെന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ക്വാർക്ക് ഉണ്ടെങ്കിൽ ക്വാർക്കാണ് കേട്ടോ. അടിസ്ഥാനപരമായ പ്രാഥമിക കണമാണ്. ഈ ക്വാർക്ക് എന്നുള്ള ടേം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആ ഒരു പേര് സജസ്റ്റ് ചെയ്തത് മുറൈജൽ മാനാണ്. മുറൈജൽ മാൻ ആരാണിത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അയാളുടെ കൂടെ ഒരു പേര് കൂടെ ഓർക്കണം, ജോർജ് സ്വിഗ്. അപ്പോൾ ക്വാർക്ക്, മുറൈജൽ മാൻ ആൻഡ് ജോർജ് സ്വിഗ് അല്ലെ. മുറൈ റായുണ്ട്, ജോർജിന് റ് ഉണ്ട്, ക്വാർക്കിന് റ് ഉണ്ട്. നമ്മളങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. ക്വാർക്ക് കണ്ടുപിടിച്ചത് മുറൈജൽ മാൻ ആൻഡ് വന്ന ജോർജ് സ്വിഗ്. ഓക്കെ. ക്വാർക്കുകൾ കൂടി ചേരുമ്പോൾ എന്താകും എന്നറിയോ? ഹാഡ്രോൺ ഉണ്ടാവും. ക്വാർക്കുകൾ കൂടി ചേരുമ്പോൾ എന്തുണ്ടാകും? ഹാഡ്രോൺ ഉണ്ടാവും. ഹാഡ്രോൺ. ഈ ക്വാർക്കുകൾ ചേർന്ന് ഹാഡ്രോൺ ഉണ്ടാവുന്ന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഈ ഗ്ലൂവോൺ എന്ന് പറയുന്ന സംഭവം. ക്വാർക്കുകൾ ചേർന്ന് ഹാഡ്രോൺ ഉണ്ടാകുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഗ്ലൂവോൺ ആണ്. ഓക്കെ. ഇനി ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ആണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന പ്രോട്ടോൺ. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മയെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞത്. ഇത് കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ 2 പേര് ഓർക്കണം, മുറൈജൽ മാൻ ആൻഡ് ജോർജ് സ്വിഗ്. ഈ ടേം ആരുടെയെന്ന് ചോദിച്ചാൽ മുറൈജൽ മാനിൻ്റേതാണ്. ക്വാർക്കുകൾ ചേർന്ന് എന്തുണ്ടാകുന്നു? ഹാഡ്രോൺ. അപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഗ്ലൂവോൺ. ഏറ്റവും സ്ഥിരതയുള്ള ഹാഡ്രോൺ ആണ് നമ്മുടെ ന്യൂക്ലിയസിലെ പ്രോട്ടോൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പദാർത്ഥത്തിലെ അടിസ്ഥാനപരമായ പ്രാഥമിക കണം എന്ന് ചോദിച്ചാൽ ക്വാർക്ക്. ഓക്കെ. പിണ്ഡം. എന്താണ് പിണ്ഡം? പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം എന്ന് പറയുന്നത്. പിണ്ഡം എന്ന ഗുണം ദ്രവ്യത്തിന് നൽകുന്ന കണത്തിന് പറയുന്ന പേര് ഹിഗ്സ് ബോസോൺ.
ഹിഗ്സ് ബോസോൺ എന്നുള്ളത് പീറ്റർ ഹിഗ്സ്, സത്യേന്ദ്രനാഥ ബോസ് ഈ 2 ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോണിന് പേര് കൊടുത്തേക്കണേ. ഈ ബോസോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനർജി കാരിയേഴ്സ് ആണ്. ബോസോണിനെ കണ്ടുപിടിച്ചത് പോൾ ഡിറാക്ക് ആണ്. ഇനി ഈ ഹിഗ്സ് ബോസോൺ പാർട്ടിക്കിളിനെയാണ് ദൈവകണം എന്ന് വിളിക്കുന്നത്. ദൈവകണം എന്ന പേര് കൊടുത്തത് ലിയോൺ ലിഡർമാൻ ആണ്. ദൈവകണം എന്ന് വിളിച്ചത് ലിയോൺ ലിഡർമാൻ. അപ്പോൾ ആരാണ് ദൈവകണം എന്ന് വിളിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് ഓർക്കണം, ലിയോൺ ലിഡർമാൻ. 2 എല്ലാന്ന് ഓർത്താൽ മതി, ഈ എല്ലൊക്കെ വെച്ച് മനുഷ്യനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദൈവം എന്നല്ലേ നമ്മൾ വിശ്വസിക്കണേ. അപ്പോൾ 2 എല്ലുള്ള ആളാണ് ദൈവകണം എന്ന പേരിട്ടെന്ന് ഓർത്താൽ മതി, ലിയോൺ ലിഡർമാൻ. ഹിഗ്സ് ബോസോൺ ബോസോൺ എന്നുള്ള ആ ഒരു ബോസോൺ കണ്ടുപിടിച്ചത് പോൾ ഡിറാക്ക് ആണ്. ഹിഗ്സ് ബോസോൺ പീറ്റർ ഹിഗ്സും സത്യേന്ദ്രനാഥ ബോസും ആണ്. പിണ്ഡം എന്ന ഗുണം ദ്രവ്യത്തിൽ നൽകുന്ന കണം ഏതാണെന്ന് ചോദിച്ചാൽ ഹിഗ്സ് ബോസോൺ ആണ്. പിണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവ്. ഓക്കെ, ഓരോ അളവിൻ്റെയും യൂണിറ്റ് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അളവുകളുടെ SI യൂണിറ്റ് മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. നീളം മീറ്ററാണ്, M ലിറ്റർ. പിണ്ഡത്തിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം, kg. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, S. ഊഷ്മാവിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്, K. വൈദ്യുത പ്രവാഹത്തിൻ്റെ SI യൂണിറ്റ് ആംബിയർ, ലെറ്റർ A. പ്രകാശ തീവ്രത ക്യാൻഡില, അളവിന് മോളാണ്. അപ്പോൾ ദ്രവ്യവും പിണ്ഡവും എന്ന ഈ ഭാഗത്ത് നിന്ന് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ദ്രവ്യം എന്താണെന്ന് പറഞ്ഞു, ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ പറഞ്ഞു, ഓരോ അവസ്ഥയുടെയും പ്രത്യേകത. അതിൽ പ്രത്യേകിച്ച് പ്ലാസ്മയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നത് എല്ലാം നോക്കിയിട്ട് പോകണം. പിന്നെ ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ പ്ലാസ്മ ആണെങ്കിൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. പിന്നെ ക്വാർക്ക്, അതേപ്പറ്റിയിട്ട് ടേം കണ്ടുപിടിച്ചത് ആരാ? ആ ക്വാർക്ക് എന്നുള്ള ആ നെയിം കൊടുത്തത് ആര്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? അടിസ്ഥാനപരമായ പ്രാഥമിക ഗണമാണ് ക്വാർക്ക്. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ നമ്മൾ പിണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവഗണം, അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു, അത് ആരാണ് പേര് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കി പോവാം. അപ്പം അടുത്ത ടോപ്പിക്സ് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ കമൻസ്, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ഫിസിക്സിൽ നിന്നും താപവും ഊഷ്മാവും. നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ ടോപ്പിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഈ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. താപം, ഫസ്റ്റ് തെർമോഡൈനാമിക്സ് ആണ് താപത്തെ പറ്റിയുള്ള പഠനം. താപത്തിനെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേര് തെർമോഡൈനാമിക്സ് എന്നാണ്. താപത്തെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേര് തെർമോഡൈനാമിക്സ് എന്നാണ്. ഇനി താപം എന്നാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ താപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പദാർത്ഥം നമ്മുടെ ഇതൊരു പദാർത്ഥമാണ്. ഈ പദാർത്ഥത്തിൽ ഒരുപാട് തന്മാത്രകൾ അല്ലെങ്കിൽ ഒരുപാട് കണികകൾ കാണും അല്ലെ. ഈ എല്ലാ കണികളുടെയും ഗതികോർജ്ജം എടുക്കുക. ഗതികോർജ്ജം നമ്മൾ നേരത്തെ മുന്നേ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രവൃത്തി, ഊർജ്ജം, പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് അല്ലെ ഗതികോർജ്ജം. അപ്പൊ ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി, ആ കൈനറ്റിക് എനർജി ഈ എല്ലാ തന്മാത്രകളുടെയും കൈനറ്റിക് എനർജി എടുത്തിട്ട് സം ചെയ്യുക. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ഗതികോർജ്ജത്തിന്റെ ആകെ തുകയാണ് അല്ലെങ്കിൽ അതിന്റെ അളവാണ് എന്ത് പറയുന്നത്? താപം എന്ന് പറയുന്നത്. അപ്പൊ താപം ക്ലിയർ ആയോ? താപത്തിന്റെ ഡെഫിനിഷൻ ഇപ്പൊ തന്നെ പഠിക്കുക. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് താപം എന്ന് വിളിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ കണികകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ് താപം. ഓക്കെ ആണല്ലോ. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് വിചാരിച്ചോണം താപം. ഇത് ഇത്രയും പറയാൻ കാരണം ഊഷ്മാവ് എന്ന് പറയുമ്പോൾ ഊഷ്മാവിന്റെ ഡെഫിനിഷൻ ഇതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ ആകെ ഗതികോർജ്ജം അല്ല, ഇവിടെ ശരാശരി ഗതികോർജ്ജമാണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് പഠിച്ചോളൂ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും കൂടെയുള്ള ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഊഷ്മാവ് എന്ന് പറയാം. ആകെ ഗതികോർജ്ജത്തിന്റെ അളവെന്ന് ചോദിച്ചാൽ താപം, ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവെന്ന് ചോദിച്ചാൽ ഊഷ്മാവ്. ശരാശരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മാത്സിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ആവറേജ് ശരാശരി കണ്ടുപിടിക്കാൻ ടോട്ടൽ ബൈ നമ്പർ ആണ് അല്ലെ. എല്ലാ തന്മാത്രകളുടെയും കൂടെ ഗതികോർജ്ജത്തിന്റെ അളവെടുത്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരാശരി കിട്ടുക. അപ്പൊ താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെയുള്ള ഗതികോർജ്ജത്തിന്റെ അളവാണെങ്കിൽ ഊഷ്മാവ് അഥവാ താപനില എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവായിരിക്കും ഊഷ്മാവ്. താപത്തിന്റെ ഊഷ്മാവിന്റെ ഡെഫിനിഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ് താപം. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1.
ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ് ഊഷ്മാവ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. ഇതിൽ ഏതാണ് ശരി? 1 ഓൺലി, 2 ഓൺലി, 1 and 2 രണ്ടും തെറ്റ്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്തെഴുതും? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം. നമ്മൾ എന്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ അവിടെ വെച്ച് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കൂ. ആകെ ഗതികോർജ്ജത്തിന്റെ അളവ് താപം. ആകെ താപം രണ്ട് ലെറ്റർ ഉള്ളു അല്ലെ? ആകെ താപം. ഊഷ്മാവ് ശരാശരി. ശരാശരി തന്മാത്രകളുടെ ഗതികോർജ്ജത്തിന്റെ അളവാണ്. ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവ്. എല്ലാ തന്മാത്രകളുടെയും ശരാശരി ഗതികോർജ്ജമാണ് ഊഷ്മാവ്. ശരാശരി ഊഷ്മാവ്. ആകെ താപം. സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും SI യൂണിറ്റ് നോക്കാം. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ജൂൾ. ഈ ജൂൾ എന്ന് പറയുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് ജൂൾ എന്നൊരു യൂണിറ്റ് എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താപം ഒരു എനർജിയാണ്, ഒരു ഊർജ്ജമാണ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂള്. അദ്ദേഹത്തിന്റെ പേരിലെ ജൂള് തന്നെയാണ് താപത്തിന്റെ SI യൂണിറ്റ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂള്. താപത്തിന് മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്, കലോറി. 1 ഗ്രാം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപത്തിനെയാണ് നമ്മൾ 1 കലോറി എന്ന് പറയുന്നത്. 1 ഗ്രാം വെള്ളത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള താപമാണ് 1 കലോറി. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ. അപ്പൊ താപത്തിന്റെ SI യൂണിറ്റ് ജൂളാന്ന് പറഞ്ഞു. ഇനി ഊഷ്മാവിന്റെ SI യൂണിറ്റ് ഏതാ? ഊഷ്മാവിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഊഷ്മാവിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂള്, ഊഷ്മാവിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ. ഈ ഊഷ്മാവ് കെൽവിൻ അല്ലാണ്ട് 2 യൂണിറ്റ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഊഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട്. ഊഷ്മാവ് അളക്കാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? നമ്മൾ നോർമലി ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് പറയാറുള്ളത്. മറ്റൊരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റും ഊഷ്മാവിന്റെ തന്നെ യൂണിറ്റ് ആണ്. ഊഷ്മാവിന്റെ 3 യൂണിറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? കെൽവിൻ, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്. അതിൽ ഊഷ്മാവിന്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കെൽവിൻ ആണ്. ഊഷ്മാവിന്റെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നോർമൽ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. മറ്റൊരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. ഇത്രയും ഒന്ന് കമ്പയർ ചെയ്യാം. താപം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ്. ഊഷ്മാവ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവാണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂളാണ്. ഊഷ്മാവിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപത്തിന്റെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് കലോറിയാണ്. ഊഷ്മാവിന്റെ മറ്റു യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ആണ്. ഇനി 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഓക്കെ. ഇനി നമ്മൾ ഈ ഊഷ്മാവ് ടെമ്പറേച്ചർ, അത് ഉയർന്ന ടെമ്പറേച്ചർ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ പറ്റി പറയുകയാണെങ്കിൽ നോർമലി നമുക്കറിയാം തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ടെമ്പറേച്ചർ അളക്കും. ഉയർന്ന ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൈറോമീറ്റർ എന്ന് പറയും. ഉയർന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ പൈറോമീറ്ററും താഴ്ന്ന ടെമ്പറേച്ചർ ആണെങ്കിൽ ക്രയോമീറ്ററും. താഴ്ന്നത് ക്രയോമീറ്ററും ഉയർന്നത് പൈറോമീറ്ററുമാണ്. ഉയർന്ന ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ, താഴ്ന്ന ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ. പ്രത്യേകം നോട്ട് ചെയ്തോളാം. ഉയർന്ന ടെമ്പറേച്ചർ അളക്കാൻ പൈറോമീറ്റർ, താഴ്ന്ന ടെമ്പറേച്ചർ അളക്കാൻ ക്രയോമീറ്റർ. ഇനി ക്രയോജനിക്സ്, പൈറോളജി, ഇത് രണ്ടും ഇതിന്റെ പഠനമാണ്. ഉയർന്ന താപനിലയെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഉയർന്നത് പൈറോളജി. താഴ്ന്ന താപനിലയെ പറ്റിയുള്ള പഠനത്തിനെയാണ് ആ ഒരു പഠന ശാഖയാണ് ക്രയോജനിക്സ്. അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ താപത്തെ പറ്റിയുള്ള പഠനമാണ് ക്രയോജനിക്സ്. ഉയർന്ന താപനിലയെ പറ്റിയിട്ട് ഉയർന്ന ടെമ്പറേച്ചറിനെ പറ്റിയായിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പൈറോളജി. താഴ്ന്ന താപനിലയെ പറ്റിയുള്ള പഠനമാണ് ക്രയോജനിക്സ്. മാറിപ്പോകരുത്. ഇനി നമ്മൾ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്ന് പരിചയപ്പെടാം. നോർമലി ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ ആണ്. ഈ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. നോട്ട് ചെയ്തുകൊള്ളണം. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ, അത് കണ്ടുപിടിച്ചത് ഗലീലിയോ. ശരീരത്തിലെ ഊഷ്മാവ്, ബോഡി ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ആൽബർട്ട് അല്ല, ആൽബർട്ട് ആണ്. സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ, ബോഡി ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ഇനി മെർക്കുറി തെർമോമീറ്റർ. തെർമോമീറ്ററിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ദ്രാവകം മെർക്കുറിയാണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ അത് കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ഓക്കെ. അപ്പം തെർമോമീറ്ററിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്റർ ബൾബിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത്
തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്, തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. മറക്കരുത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? താപവും ഊഷ്മവും എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവ് താപം, ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവ് ഊഷ്മാവ്, താപത്തിന്റെ എസ് യൂണിറ്റ് ജൂള്, ഊഷ്മാവിന്റെ എസ് യൂണിറ്റ് കെൽവിൻ, താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കലോറിയാണ്, ഊഷ്മാവിന്റെ മറ്റു യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടുപിടിച്ചത് ജെയിംസ് പെസ്കോട്ട് ജൂൾ ആണ്, അതുകൊണ്ടാണ് താപത്തിന്റെ എസ് യൂണിറ്റ് ജൂൾ എന്ന് പറയുന്നത്. ഉയർന്ന ടെമ്പറേച്ചറിനെ പറ്റിയുള്ള പഠനം പൈറോളജി, താഴ്ന്ന ടെമ്പറേച്ചർ ക്രയോജനിക്സ്, ഉയർന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പൈറോമീറ്റർ, താഴ്ന്നത് ക്രയോമീറ്റർ, ടോട്ടലി താപത്തെ പറ്റിയുള്ള പഠനം തെർമോഡൈനാമിക്സ്. 3 ടൈപ്പ് ഓഫ് തെർമോമീറ്റർ. നോർമൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ബോഡി ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇനി നമുക്ക് ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിങ്ങനെ 3 സ്കെയിലുകളുണ്ട്. അപ്പോൾ ഇതിൽ ഫാരൻഹീറ്റ് സ്കെയിൽ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് തന്നെയാണ്. അതുപോലെ സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത് വില്യം ലോർഡ് കെൽവിൻ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുന്ന എളുപ്പമുണ്ട്, അവരുടെ പേര് തന്നെയാണ് ഇത് കിടക്കുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലുണ്ട്, സെൽഷ്യസ് സ്കെയിലുണ്ട്, കെൽവിൻ സ്കെയിലുണ്ട്. കെൽവിൻ സ്കെയിൽ വില്യം ലോർഡ് കെൽവിൻ, ഫാരൻഹീറ്റ് സ്കെയിൽ ഫാരൻഹീറ്റ് തന്നെ, സെൽഷ്യസ് സ്കെയിൽ ആൻഡേഴ്സ് സെൽഷ്യസ് തന്നെയാണ്. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ ഏർപ്പെടുത്താത്ത സ്കെയിൽ ഏതാന്ന് ചോദിച്ചാൽ കെൽവിൻ സ്കെയിലാണ് കേട്ടോ. നെഗറ്റീവ് ടെമ്പറേച്ചർ ഏർപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ. കെൽവിൻ പുള്ളി ഭയങ്കര പോസിറ്റീവ് ആണെന്ന് ആലോചിച്ചത്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ ഏർപ്പെടുത്തിയിട്ടില്ല. ഏതാ? കെൽവിൻ സ്കെയിലിൽ. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ഖരാംഗം, ദ്രവണാംഗം, തിളനില. ഖരാംഗം, ദ്രവണാംഗം, തിളനില. ഇത് 3 കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഖരാംഗം എന്ന് പറഞ്ഞാൽ ഖരമാകുന്ന ടെമ്പറേച്ചർ, അതായത് നമ്മുടെ വെള്ളം കട്ടിയായി ഐസ് ആകുന്ന ഒരു ടെമ്പറേച്ചറാണ് ഖരാംഗം എന്ന് പറയുക. അത് ഫ്രീസിംഗ് പോയിന്റ്, അത് നമുക്കറിയാം. ഇത് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസ് ആകുന്നത്, 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഖരാംഗം. ഇനി ദ്രവണാംഗം എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ്. ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ പേരിലുണ്ട്, ദ്രാവകമാകുന്ന ടെമ്പറേച്ചറാണ്. അതായത് ഐസ് അത് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറുന്നതാണ് ദ്രവണാംഗം അഥവാ മെൽറ്റിംഗ് പോയിന്റ്. പേരിലുണ്ട്. ഖരാംഗം എന്ന് പറഞ്ഞാൽ ഖരമാകുന്നു, ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ ദ്രാവകമാകുന്നു. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇനി 3ാമത് തിളനില. തിളനില എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ആണ്. എൻ്റെ ഇംഗ്ലീഷ് പഠിക്കുക. ബോയിലിംഗ് പോയിന്റ്, അതായത് ബോയിൽ ചെയ്ത് ആവിയാകുന്ന, വെള്ളം തിളച്ച് നീരാവിയാകുന്ന, അതായത് വെള്ളത്തിന്റെ ദ്രാവകാവസ്ഥയിൽ നിന്നും അത് വാതകാവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് തിളനില എന്ന് പറയുന്നത്. നമുക്കറിയാലേ വെള്ളത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദ്രാവകം വാതകമായി മാറുന്ന ഒരു അവസ്ഥയാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് തിളനില. അപ്പൊ ഇത് 3ഉം അതിന്റെ പേര് ചോദിച്ചാൽ ഇതെന്താന്ന് മാറിപ്പോവരുത്, അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. ഖരാംഗം എന്ന് പറഞ്ഞാൽ ഖരമാകുന്ന ആ ടെമ്പറേച്ചർ. ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ അത് ഉരുകി ദ്രാവകമാകുന്ന പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ആ ഒരു ടെമ്പറേച്ചർ. തിളനില എന്ന് പറഞ്ഞാൽ തിളച്ച് വാതകമാകുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് തിളനില. ഇനി പ്രഷർ കുക്കറിന്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ 120 ഡിഗ്രി സെൽഷ്യസ്. ഇത് പഠിച്ചു വെച്ചോളണം. പ്രഷർ കുക്കറിന്റെ പ്രത്യേകത എന്താ? അവിടെ പ്രഷർ കൂടുതലാണ്, അല്ലെ മർദ്ദം കൂടുതലാണ്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, മർദ്ദം കൂടുമ്പോൾ തിളനിലയും കൂടും. മർദ്ദം കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. നോർമൽ കേസിൽ വെള്ളം തിളച്ച് ആവിയാകാനുള്ള ആ ഒരു തിളനില എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ പ്രഷർ കുക്കറിന്റെ പ്രത്യേകത അവിടെ മർദ്ദം കൂടുതലാണ്, പ്രഷർ കൂടുതലായതുകൊണ്ട് അവിടുത്തെ തിളനില കൂടുതലായിരിക്കും. അവിടെ വെള്ളം തിളച്ച് ആവിയാകുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൺവേർഷൻ ചിലപ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം. അതായത് നമുക്കൊരു വാല്യൂ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ട് നമ്മൾ അതിന് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം. തിരിച്ച് ഇങ്ങോട്ടുള്ള കൺവേർഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ 2 ഇക്വേഷൻ പഠിച്ചു വെക്കണം. ആദ്യത്തെ നമുക്ക് ഫാരൻഹീറ്റിൽ നിന്ന് നമ്മൾ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റുകയാണ്. അപ്പം നമുക്കൊരു വാല്യൂ ഫാരൻഹീറ്റിലാണ് തന്നേക്കണേ, നമുക്കതിന് ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റണം. നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫാരൻഹീറ്റ് ആണോ ഡിഗ്രി സെൽഷ്യസ് ആണോ വലുതെന്ന് ആലോചിച്ചാൽ മതി. സെൽഷ്യസ് സി, ഫാരൻഹീറ്റ് എഫ് അല്ലെ. ഇതിൽ ഏതാ ചെറുത്? ഓർഡർ നോക്കുമ്പോൾ സി അല്ലേ ചെറുത്. അപ്പൊ സിയിലോട്ട് ആക്കാൻ പറഞ്ഞാൽ കുറയ്ക്കാനാണ്, കുറച്ചുകൂടെ വാല്യൂ കുറയാൻ, ആൻസർ കുറവായിരിക്കും അല്ലെ. അപ്പൊ കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോർമലി മൈനസ് ആയി യൂസ് ചെയ്യണം കുറയ്ക്കാൻ. അത് ഓർത്തോളാം, ഇക്വേഷനിൽ മൈനസ് ഉണ്ടായിരിക്കും. ഫാരൻഹീറ്റ് മൈനസ് എത്രയാ? -32 ചെയ്തിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഫാരൻഹീറ്റിന് ഡിഗ്രി സെൽഷ്യസിലോട്ട് വരാൻ പറഞ്ഞ എഫിന്ന് സിയിലോട്ടാ വരുന്നത്, താഴേട്ടാ വരുന്നത്. അതായത് നമ്മൾ മൈനസ് ചെയ്യണം. ഏത് തന്നിരിക്കുന്ന ഫാരൻഹീറ്റ് മൈനസ് എത്രയാ മൈനസ് ചെയ്യേണ്ടത്?
32 എന്നിട്ട് ആൻസറിനെ ഇൻറ്റു 5/9 എടുക്കണം, ഇൻറ്റു 5/9 എടുക്കണം. അപ്പൊ നമുക്ക് ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ കിട്ടും. ഇനി തിരിച്ച് ഡിഗ്രി സെൽഷ്യസ് തന്നേക്കുന്ന വാല്യൂ ഫാരൻഹീറ്റിലോട്ട് ആക്കാൻ പറഞ്ഞേക്കും. അപ്പൊ ചെറുതെന്ന് വലുതിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏതാ ആഡ് ചെയ്യേണ്ടത്? ആ അഡീഷൻ വരുന്നത് ബ്രാക്കറ്റിന്റെ വെളിയിലാണ്. ഇവിടെ നമ്മൾ 32 കുറച്ച് ഫാരൻഹീറ്റിൽ നിന്ന്, ഇവിടെ നമ്മൾ 32 ആഡ് ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്താണ് 32 കുറച്ചത്, ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്താണ് 32 ആഡ് ചെയ്യുന്നത്. ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ കുറച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ പുറത്താണ് ചെയ്തത്, ഇവിടെ അകത്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അത് ഓർത്തോളൂ. ഇവിടെ 5/9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ 9/5 വെച്ചായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചാൽ മതി, മറ്റേ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. നമ്മൾ ഇത് പഠിച്ചു എന്ന് വെച്ചു, ഫാരൻഹീറ്റിന്റെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ പോകാം. നമ്മൾ വലുതിന് ചെറുതിലോട്ടായിരുന്നു നമ്മൾ ആദ്യം കുറച്ചു, ഫാരൻഹീറ്റ് -32 ഇട്ടു, ഇൻറ്റു നമ്മൾ ബ്രാക്കറ്റിന്റെ വെളിയിൽ 5/9 ചെയ്തു അല്ലെ. അപ്പൊ അടുത്തത് അപ്പർ സൈഡിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. പ്ലസ് എവിടെയാണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റിന്റെ വെളിയിലേ ചെയ്യേണ്ടത്. ബ്രാക്കറ്റിന്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യണം. ഇവിടെ 5/9 ആയതുകൊണ്ട് ഇവിടെ 9/5 ആയിരിക്കും. ഡിഗ്രി സെൽഷ്യസിനെ അങ്ങോട്ടാ മാറ്റാൻ പോണേ. സോ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 എടുത്തു. വെളിയിൽ ആരെ ആഡ് ചെയ്തു? 32 ആഡ് ചെയ്തു. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചോളണം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, കൺഫ്യൂഷൻ ആവരുത്. ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിലോട്ടാണെങ്കിൽ വലിയ വാല്യൂ ആയിരിക്കും കിട്ടാൻ പോണേ. അപ്പൊ നമ്മളിവിടെ അഡീഷൻ ആണ് ചെയ്യേണ്ടത്. അത് +32 ബ്രാക്കറ്റിന്റെ വെളിയിലാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ അകത്താണ് ബ്രാക്കറ്റിന്റെ അകത്ത്. അത് 9/5 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. വലിയ വാല്യൂ തന്നെയാണ് ആദ്യം എഴുതുന്നത്. അവിടെ എല്ലാം വലുതാണ്. ഇവിടെ നമ്മൾ എന്താ പറയാ, ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലോട്ട് ആകുമ്പോൾ ചെറിയ വാല്യൂ ആണ് കിട്ടേണ്ട ആൻസർ. അപ്പൊ നമ്മൾ ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറച്ചിട്ട് ഇൻറ്റു 5/9 ചെയ്തു. ഓക്കെ, നമുക്ക് കൺവേർഷൻ ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമുക്കറിയാം വെള്ളം, വാട്ടർ, വെള്ളത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്താലോ. എന്താ ഇക്വേഷൻ? ഫാരൻഹീറ്റ് ആണ്, സിന്ന് വലിയ വാല്യൂട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ ആദ്യം ബ്രാക്കറ്റിന്റെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം 100 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? വലിയ വാല്യൂ ആയതുകൊണ്ട് വലിയ നമ്പർ ബൈ ചെറിയ നമ്പർ ഇട്ടു, +32 കൊടുത്തു. 5 100 20 ടൈംസ് പോകും. 20 × 9 180 32. അതായത് 212 ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കൺവേർഷൻ മസ്റ്റായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ മസ്റ്റായിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ചിലപ്പോൾ നമ്മളോട് ചോദിക്കണം വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്. ബ്രാക്കറ്റിൽ അല്ലെ ഓപ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവില്ലേ, ചിലപ്പോൾ ഫാരൻഹീറ്റിലായിരിക്കും തന്നേക്കണേ. അപ്പോൾ വാട്ടറിന്റെ താപനില എന്ന് പറയുന്നത്, തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 212 ഫാരൻഹീറ്റ് ആയിരിക്കും. 212 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 212 ഫാരൻഹീറ്റ് ആയിരിക്കും. ഇനി ഐസ് ആവുന്നത് അല്ലെ, വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ്, വെള്ളം ഉരുകി ഐസ് ആകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു? 0 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു അല്ലെ. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ നമുക്കൊന്ന് ഫാരൻഹീറ്റിലോട്ട് ആക്കിയാലോ. എന്ത് ചെയ്താൽ മതി? ഇവിടെ 100ന്റെ പ്ലേസിൽ 0 കൊടുത്താൽ മതി അല്ലെ. 0 × 9/5, ഇത് മൊത്തം 0 ആയി പോകും. പിന്നെ എന്തുണ്ട്? 32 ഉണ്ട്. അപ്പം 32 ഫാരൻഹീറ്റ് ആണ് എന്ത്? 32 ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻഹീറ്റ് വാല്യൂ. അപ്പം ഹരാങ്കം, അതായത് ഫ്രീസിംഗ് പോയിന്റ്, വെള്ളത്തിലെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 32 ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ ഫാരൻഹീറ്റ് സ്കെയിലോട്ട് മാറ്റാനും തിരിച്ചും പഠിച്ചു. മൂന്നാമത് ഒരു സ്കെയിൽ കൂടി ഇല്ലേ, കെൽവിൻ സ്കെയിൽ. നമ്മൾ കെൽവിനിലോട്ടൂടെ മാറ്റണ്ടേ? അതിന് എന്താ ഇക്വേഷൻ അറിയോ? അത് ഭയങ്കര സിമ്പിൾ ആണ്. ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ടുള്ള കൺവേർഷൻ പഠിച്ചു വെച്ചാൽ മതി. ഡിഗ്രി സെൽഷ്യസിന്റെ കൂടെ 273.15 ആഡ് ചെയ്താൽ കറസ്പോണ്ടിങ് കെൽവിൻ വാല്യൂ കിട്ടും. ഡിഗ്രി സെൽഷ്യസിനോട് എത്ര ആഡ് ചെയ്യണം? അവിടെ സീനേക്കാളും വലുതാണ് കെ. അപ്പൊ വലുതാക്കാൻ വേണ്ടി, കെ ആക്കാൻ വേണ്ടി ആഡ് ചെയ്യണം. ഓർക്കുക, എത്ര ആഡ് ചെയ്താൽ മതി? 273. ഈ വാല്യൂ ബൈഹാർട്ട് ചെയ്യണം. 273.15 ആഡ് ചെയ്താൽ നമുക്ക് കെൽവിൻ ആക്കാൻ പറ്റും. കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അപ്പൊ കെൽവിനിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ വേണ്ടി 273.15 കുറച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് കെൽവിൻ എഴുതിയാലോ. വെള്ളത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് 212 ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞു. അത് എത്ര കെൽവിൻ ആയിരിക്കും? ഡിഗ്രി സെൽഷ്യസിന് കെൽവിൻ ആക്കാൻ എത്ര ആഡ് ചെയ്യണം? 273.15 ഇതിന് കൂടെ ആഡ് ചെയ്താൽ മതി. 100 + 273.15, അതായത് 373.15 കെൽവിൻ ആയിരിക്കും എന്ത്? വെള്ളത്തിന്റെ തിളനില കെൽവിൻ സ്കെയിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ 0 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ കെൽവിനോട്ട് ആക്കിയാൽ എത്ര വരും? 0 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലോട്ട് ആക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 32 ഫാരൻഹീറ്റ് ആണ്. ഇത് കെൽവിനിലോട്ട് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കെൽവിനോട്ട് ആക്കാൻ വേണ്ടി 273.15 ആഡ് ചെയ്താൽ മതി. സോ വിച്ച് ഇസ് ഈക്വൽ ടു 273.15 കെൽവിൻ തന്നെ.
ഓക്കെ അല്ലേ? അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങനെ ഫാരൻഹീറ്റിലോട്ടാക്കാം, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങനെ കെൽവിനിലോട്ടാക്കാം, ഫാരൻഹീറ്റിൽ നിന്ന് എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലോട്ടാക്കാം, കെൽവിനിൽ നിന്ന് എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലോട്ടാക്കാം. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. 100 ഡിഗ്രി സെൽഷ്യസ് 212 ഫാരൻഹീറ്റ് ആണ്, 373.15 കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ 32 ഫാരൻഹീറ്റ് 273.15 കെൽവിനാണ്. ഓക്കെ ആണല്ലോ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ഉണ്ട്, എക്സാമിനേഷൻ സ്ഥിരമായി കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മെഷർമെന്റ് കാണിക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മെഷർമെന്റ് കാണിക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ -40. ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടും സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും സിയിലും എഫിലും ഒരേ മെഷർമെന്റ് കാണിക്കുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? -40 വരുമ്പോഴാണ് ഒരേ മെഷർമെന്റ് കാണിക്കുക. രണ്ട് സ്കെയിലിലും ഒരേ മെഷർമെന്റ് കാണിക്കുന്ന ടെമ്പറേച്ചർ -40 ആണ്. ഓക്കെ ആണല്ലോ? താപവും ഊഷ്മവും എന്ന ഈ ഭാഗത്ത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ. താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 രീതിയിലാണ് അത് പോകുന്നത്. 1 ചാലനം, 2 സംവഹനം, 3 വികിരണം. ചാലനം, സംവഹനം, വികിരണം, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയും. ഈ 3 രീതിയിൽ എങ്ങനെയാണ് താപം ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകാം. ചാലനം എന്ന് പറയുമ്പോൾ അവർക്ക് ഖരപദാർത്ഥങ്ങൾക്ക് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കത്ത് പിടിച്ചാൽ നമ്മൾ ആ ചൂട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ടത്തേക്ക് എത്തുള്ളൂ. ഖരപദാർത്ഥങ്ങളിലൊക്കെ നോർമലി, അതായത് ഖരപദാർത്ഥങ്ങളിൽ നമുക്കറിയാം ഇവിടെ തന്മാത്രകൾ വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പൊ ഈ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഇല്ലാതെ കമ്പനം ചെയ്തിട്ട് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതാണ് ചാലനം. സംവഹനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പൊ ദ്രാവകങ്ങളിലും വാതകങ്ങളിലൊക്കെ കുറച്ചും കൂടെ ലൂസായിട്ടാണ് അതിന്റെ തന്മാത്രകൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കും. അതായത് ഇപ്പൊ ചൂട് കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ച് പദാർത്ഥങ്ങളിൽ എന്ത് സംഭവിക്കും? സങ്കോച വികാസങ്ങളൊക്കെ നടക്കും. അപ്പൊ ഇങ്ങനെ ഈ സ്ഥാനമാറ്റം മൂലമാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് സംവഹനത്തില്. എക്സാമ്പിൾ പറഞ്ഞാൽ കരക്കാറ്റ്, കടൽക്കാറ്റ്. ഈ കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ എങ്ങനെ? ഒരു ഭാഗത്ത് ചൂട് പിടിച്ചിട്ട് ആ ചൂട് അവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുകയാണ്, അല്ലെങ്കിൽ ചൂട് കൂടിയ സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ സംവഹനം മൂലമാണ്. എക്സാമ്പിൾ ആണ് കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ സംവഹനത്തിന് എക്സാമ്പിൾ ആണ്. ഇനി വികിരണമാണ് മൂന്നാമത്തത്. വികിരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല, ഒരു മാധ്യമം വേണ്ട. എക്സാമ്പിൾ ഇപ്പം നമ്മുടെ സൺലൈറ്റ്, സൂര്യന്റെ പ്രകാശം, ആ സൂര്യന്റെ ചൂട്, ആ ചൂട് നമ്മുടെ ഭൂമിയിലോട്ട് എത്തുന്നുണ്ട്. സൂര്യന്റെ ചൂട്, ആ ചൂട് അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന ആ ഒരു മെത്തേഡ് വികിരണമാണ്. അപ്പം എക്സാമ്പിൾ ആണ് സൂര്യന്റെ ചൂട് ഭൂമിയിൽ ഏൽക്കുന്നത് വികിരണം മൂലമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല ചൂടുള്ള ഒരു ബൾബിന്റെ അടുത്ത് പോയി നിന്നാൽ നമുക്ക് ചെറിയ ചൂട് ഫീൽ ചെയ്യും അല്ലെ? അത് വികിരണം മൂലമാണ് ഇത് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തീ കായാണ്, തീന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ചൂട് കിട്ടുന്നതൊക്കെ വികിരണത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ചാലനം, ഖരപദാർത്ഥങ്ങളിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം ഇല്ലാത്ത കമ്പനം. സംവഹനത്തിന് എക്സാമ്പിൾ ആണ് കരക്കാറ്റ്, കടൽക്കാറ്റൊക്കെ. അവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് തന്മാത്രകൾക്ക്. അതുപോലെ വികിരണം എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് ഒരു മീഡിയം ആവശ്യമില്ല, ഒരു മാധ്യമം ഇല്ലാണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ്. ഇനി ചാലനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഖരപദാർത്ഥങ്ങളിൽ ഇങ്ങനെ സ്ഥാനമാറ്റമില്ലാതെ കമ്പനം മൂലമാണ്. ചില വസ്തുക്കൾക്ക് നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ചില പദാർത്ഥങ്ങൾ അത്ര നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പൊ സുജാലകങ്ങൾ, കുജാലങ്ങൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സും ബാഡ് കണ്ടക്ടേഴ്സും. അപ്പൊ ഈ ഹീറ്റിനെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടത്തുന്നവർ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് ഹീറ്റിന്റെ. നല്ല രീതിയിൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റാത്തത് ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ലോഹങ്ങളിലും നമ്മൾ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാകും അല്ലെ? ഗുഡ് കണ്ടക്ടേഴ്സ് ആണ് ലോഹങ്ങളൊക്കെ. അതേസമയം ഇപ്പൊ നമ്മള് ബേക്ക് ലൈറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേക്ക് ലൈറ്റ് നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ ഒക്കെ പിടിയൊക്കെ ബേക്ക് ലൈറ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ബേക്ക് ലൈറ്റിലൊക്കെ അത്ര നല്ല രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല, അതൊക്കെ അത്ര നല്ല ചാലകമല്ല. ഓക്കെ, ബേക്ക് ലൈറ്റ് ആണ് ഒരു കുജാലകത്തിന് അല്ലെങ്കിൽ ബാഡ് കണ്ടക്ടറിന് എക്സാമ്പിൾ. ഇനി താപധാരിത എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. താപധാരിത എന്ന് പറഞ്ഞാൽ താപത്തെ താങ്ങാനുള്ള കഴിവാണ് താപധാരിത. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചാൽ 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോഡി ടെമ്പറേച്ചർ. പഠിച്ചിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ 98.4 ഫാരൻഹീറ്റും, അത് കെൽവിനിൽ പറയുകയാണെങ്കിൽ 310 കെൽവിനും. ബോഡി ടെമ്പറേച്ചർ 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഫാരൻഹീറ്റ് ആണ്, അല്ലെങ്കിൽ 310 കെൽവിനാണ്.
അതുപോലെ ഇതും ഓർത്തു വെച്ചുകൊള്ളണം. ദ്രവണാങ്കം അഥവാ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിനാണ്. 3500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം ഉള്ളത് ഏതിനാണ്? വജ്രത്തിനാണ്. 3500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ദ്രവണാങ്കം ഏറ്റവും കൂടുതൽ ലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടങ്സ്റ്റൺ ആണ്. 3410 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം വജ്രം 3500 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും ദ്രവണാങ്കം കൂടിയ ലോഹം എന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൺ 3410 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ദ്രവണാങ്കം കുറഞ്ഞത് ഹീലിയത്തിലാണ് ഏറ്റവും കുറവ്. ഏറ്റവും ദ്രവണാങ്കം കുറഞ്ഞ ലോഹം എന്ന് ചോദിച്ചാൽ മെർക്കുറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഒരു കാര്യം കൂടെ, ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ റേഞ്ച് ചോദിക്കുക. അതിൽ നോർമലി കാണിക്കുന്ന റേഞ്ച് 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 35 ഡിഗ്രി തൊട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെ. താപവും ഊഷ്മാവും എന്ന ഈ പാഠഭാഗത്ത് നിന്നും നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. കൃത്യമായിട്ട് ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിലുള്ള കൺവേർഷൻ, കെൽവിൻ എന്താണ്, ഫാരൻഹീറ്റ് എന്താണ്, ഡിഗ്രി സെൽഷ്യസ് എന്താണ്, താപത്തിന്റെ എസ് യൂണിറ്റ് ഏതാണ്, ടെമ്പറേച്ചറിന്റെ എന്താണ് ജൂൾ, എന്താണ് കെൽവിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ച ആളുകളുടെ പേരുകൾ, 3 രീതിയിലുള്ള താപപ്രവേശനം, അതുപോലെ ഖരണാങ്കം എന്താ, മെൽറ്റിംഗ് പോയിന്റ് എന്താ, ബോയിലിംഗ് പോയിന്റ് എന്താ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ പറഞ്ഞ ചില വാല്യൂസ്, ഏത് ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും സെയിം ടെമ്പറേച്ചർ കാണിക്കുന്നത് -40 അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇങ്ങനെയുള്ള എല്ലാ പോയിന്റ്സും വിട്ട് കളയാണ്ട് നോട്ട് ചെയ്തെടുത്ത് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻസ് എല്ലാം വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ കമൻസ് എല്ലാം നമ്മൾ അറിയിക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നമസ്കാരം കൂട്ടുകാരെ. PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിലിം സ്പെഷ്യൽ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ഫിസിക്സിൽ നിന്നും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും. നമുക്ക് ആദ്യം പ്രകൃതിയിലെ ചലനങ്ങൾ എന്ന ഭാഗം ശ്രദ്ധിക്കാം. ചലനം, മോഷൻ അല്ലെ. എന്താണ് ചലനം? ചലനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ ഓർമ്മ വരുന്നത്? ഏതെങ്കിലും വ്യക്തികളെ ഓർമ്മ വരുന്നുണ്ടോ? ചലന നിയമങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചലന നിയമം ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടനെയും ചലനത്തെ പറ്റി ആദ്യമായിട്ട് പഠനം നടത്തിയ ഗലീലിയോയും ഓർത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആരൊക്കെ ഓർക്കണ്ടേ ചലനം എന്ന് പറയുമ്പോൾ? ഒന്ന് ഐസക് ന്യൂട്ടനെ ഓർക്കുക അല്ലെ. ഐസക് ന്യൂട്ടനെ നമുക്ക് എപ്പോഴും അറിയാം. 1ാം ചലന നിയമം, 2ാം ചലന നിയമം, 3ാം ചലന നിയമം ഒക്കെ നമ്മളെ 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ആ മഹത് വ്യക്തി ഐസക് ന്യൂട്ടൻ അല്ലെ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണ്. അതുപോലെ ആദ്യമായിട്ട് ചലനത്തെ പറ്റി ഒരു സ്റ്റഡി നടത്തിയത് ഗലീലിയോ ഗലീലി. ഓക്കെ, അപ്പൊ ഈ രണ്ടുപേരും കിട്ടിയല്ലോ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ, ആദ്യമായിട്ട് ചലനത്തെ പറ്റി സ്റ്റഡി ചെയ്തത് ഗലീലിയോ ആണ്. ചലനത്തെ പറ്റിയുള്ള ഒരു സ്റ്റഡി, ആ ഒരു പഠനത്തിന് പറയുന്ന പേര് ഡൈനാമിക്സ് എന്നാണ്. ഡൈനാമിക്സ് എവിടെ കേട്ടാലും ഓർത്തോളൂ, സംതിങ് ഇറ്റ്സ് എ സ്റ്റഡി അബൌട്ട് മോഷൻ ആണ്. ചലനത്തെ പറ്റി പഠിക്കുന്നതാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുക. ചലനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമാണ് ഡൈനാമിക്സ് അല്ലെ. ഇനി നമുക്ക് എന്താണ് ചലനം, അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ പഠിക്കാം. നമ്മുടെ ചലനത്തിന്റെ ഡെഫിനിഷൻ, നമുക്ക് ഡെഫിനിഷൻ ഇല്ലെങ്കിലും അറിയാം. എന്താ ചലനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്തു, ചലിക്കുകയാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യുന്നു, അതൊരു ചലനമാണ്. ഞാൻ ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുന്നു, ഞാനിപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ ഒരു പൊസിഷനിൽ നിന്നും എൻ്റെ പൊസിഷൻ മാറുമ്പോൾ ഞാൻ ചലിച്ചതായിട്ട് പറയുന്നു. ഇപ്പൊ ഞാൻ നിശ്ചലാവസ്ഥയിലാണ് നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചലനത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ് ചലനം. എത്ര ഫോർമൽ ഡെഫിനിഷൻ ആണ് അല്ലെ. ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, അങ്ങനെ ചുമ്മാ നിങ്ങൾക്ക് ചലനം ഒരു മൂവ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് വേണം. അപ്പൊ എന്തിനെങ്കിലും ഒന്നിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് വേണം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ എന്റെ സ്ഥാനം ഇങ്ങോട്ട് മാറി. എൻ്റെ ഈ ഒരു ഞാൻ ഇങ്ങനെ ചലിച്ചാണ് ഇവിടെ എത്തുന്നത് അല്ലേ. അപ്പൊ എന്റെ സ്ഥാനം മാറ്റത്തിന്റെ നിരക്ക്, അത് എത്ര സമയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തത്, ഞാൻ ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്തത്, എനിക്ക് എങ്ങനെ സ്ഥാനമാറ്റം സംഭവിച്ചു, ഈ ഒരു ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഇവിടെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഞാനാണ് മൂവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ് ചലനം. ഡെഫിനിഷൻ പഠിച്ചോ? ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, വളരെ ഇമ്പോർട്ടൻറ്റ്, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ് ചലനം. അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ് ഡാഷ്. ബ്രാക്കറ്റിലെ ചലനം, പ്രവേഗം, ദൂരം, സ്ഥാനാന്തരം എന്നൊക്കെ കൊടുത്താൽ നിങ്ങൾ എന്തെഴുതും? ചലനം എഴുതണം. നിങ്ങളപ്പോൾ വിഷ്വലൈസ് ചെയ്യണം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഈ ഒരു സ്ഥാനമാറ്റത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചലനമാണ്.
അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ് ചലനം. ഇനി ഈ ചലനം എപ്പോഴും ആപേക്ഷികമാണെന്ന് പറയും. ഈ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒന്നിനെ ബേസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ചലനം എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതൊരു ആപേക്ഷികമാണ് ചലനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ ബേസ് ആയിട്ട് വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ സ്ഥാനമാറ്റം പറയുന്നത്, ആ ഒരു റെഫറൻസിനെയാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പൊ എന്തിനെ ബേസ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാനമാറ്റത്തിന്റെ നിരക്ക് നമ്മൾ നോക്കുന്നത്, എന്താണോ അതിനെ അവലംബമായിട്ട് എടുക്കുന്നത് അതിനെ പറയുന്നത് അവലംബക വസ്തു എന്നാണ്. ചലനം ആപേക്ഷികമാണ്. ശരിയോ തെറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണ്, ചലനം ആപേക്ഷികമാണ്, ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിച്ചാൽ അത് ട്രൂ ആണ്. കാരണം ചലനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ നിരക്കാണ്. ആ ഒരു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ എന്തിനോ അപേക്ഷിച്ച് ആ ഒരു റെഫറൻസ് എന്താണോ അതിന് പറയുന്ന പേരാണ് അവലംബക വസ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചലനത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചു, ചലനം ആപേക്ഷികമാണെന്ന് പഠിച്ചു, അവലംബക വസ്തു എന്താണെന്ന് മനസ്സിലാക്കി, ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ പറ്റി പരാമർശിച്ചു, ആദ്യമായിട്ട് ചലനത്തെ പറ്റി പഠനം നടത്തിയ ഗലീലിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് പ്രകൃതിയിലെ ചലനങ്ങൾ നമ്മുടെ ടോപ്പിക്കിന്റെ ഉള്ളിലോട്ട് കയറാം അല്ലെ. ഇനി നമുക്ക് പ്രകൃതിയിലെ ചലനങ്ങൾ എന്ന നമ്മുടെ ടോപ്പിക്കിന്റെ ഉള്ളിലോട്ട് കയറാം. നമ്മളിപ്പോ എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറാം കേട്ടോ. ഏതൊക്കെയാണ് പ്രകൃതിയിലെ ചലനങ്ങൾ? പ്രകൃതിയിലെ ചലനങ്ങളെ സമചലനമെന്നും അസമചലനമെന്നും രണ്ടായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ പേരിൽ നിന്നും? സമചലനം എന്ന് പറഞ്ഞാൽ എന്താ? സമം എന്ന് വെച്ചാൽ തുല്യമാണ് അല്ലെ. സമചലനം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ, തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ, അത് 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചത് ഇത്ര ദൂരം, അടുത്ത 1 മിനിറ്റ് കൊണ്ട് അതേ ദൂരം തന്നെ, അങ്ങനെ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ടാണ് ആ ഒരു മൂവ്മെന്റ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പറയുന്നത് സമചലനം എന്നാണ്. അപ്പൊ അത് അങ്ങനെ അല്ലെങ്കിൽ എന്ത് വിളിക്കാം? അസമചലനം എന്ന് വിളിക്കാം അല്ലെ. അപ്പൊ സമചലനം എന്താ, അസമചലനം എന്താന്ന് മനസ്സിലായല്ലോ. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ സമചലനം, തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് അസമചലനം. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നേർരേഖാചലനം. എന്താണ് നേർരേഖാചലനം? പേരിലുണ്ടല്ലേ, നേർരേഖയിലൂടെയുള്ള മൂവ്മെന്റ് ആണ് നേർരേഖാചലനം. ഒരു മാവിൽ നിന്ന് ഒരു മാങ്ങ ഞെട്ടിട്ട് വീഴാണ്. ആ മാങ്ങ ഇങ്ങനെ പറന്ന് വളഞ്ഞ് ഇങ്ങനെയാണോ വീഴുക? അല്ല, നേരെ വന്ന് താഴെ വീഴും അല്ലെ. നേർരേഖയിൽ വീഴുക മാങ്ങ, ശരിയല്ലേ? മാവിൽ നിന്നും ഞെട്ടിട്ട് വീഴുന്ന മാങ്ങയുടെ ചലനം എന്തിന് എക്സാമ്പിൾ ആണ്? നേർരേഖാചലനത്തിന് എക്സാമ്പിൾ ആണ്. അതായത് നേർരേഖയിലൂടെയാണ് ആ വസ്തു മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് അതൊരു നേർരേഖാചലനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നേർരേഖാചലനത്തിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കല്ലെറിയുന്നത്, ഒരു മാങ്ങ ഞെട്ടിട്ട് വീഴുന്നത്, ഒരു ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് എന്നിങ്ങനെ തന്നാല് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? കല്ലെറിയുന്നതൊക്കെ നേർരേഖയിൽ തന്നെ പോകണമെന്നുണ്ടോ നമ്മൾ എറിയണത്? പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് അതിലോട്ട് വരുന്നുണ്ട് നോക്കാം. പക്ഷെ ഇതാണ് നേർരേഖാചലനം, മാവിൽ നിന്നും മാങ്ങ വീഴുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് ക്രമ ആവർത്തന ചലനം. ക്രമ ആവർത്തന ചലനം എന്നുള്ള പേര് തന്നെയുണ്ട്, ക്രമ ആവർത്തന ചലനം. ക്രമമായിട്ട് ആവർത്തിക്കുന്ന ചലനമാണ് ക്രമ ആവർത്തന ചലനം. അതായത് ഈ ചലനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഈ ചലനം സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെങ്ങനെ? ക്രമമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനത്തെ ചലനം എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രകൃതിയിൽ ഇഷ്ടംപോലെ ക്രമാവർത്തന ചലനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ പെൻഡുലം ക്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, ടിങ് ടിങ് അല്ലെ. അതിങ്ങനെ ക്രമമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ആദ്യം ടിങ്, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ടിങ്, അങ്ങനെയല്ല, അതൊരു ടിങ് ടിങ്. ആ ഒരു അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ്, ക്രമമായിട്ടാണ് അത് ആവർത്തിക്കുന്നത്. അതാണ് ക്രമ ആവർത്തന ചലനം. നമ്മുടെ ക്ലോക്കിലെ പെൻഡുലൊക്കെ എക്സാമ്പിൾ പറയാം. അടുത്തത് വക്രരേഖാചലനം. പേരിലുണ്ട് വക്രം. വക്രം എന്ന് വെച്ചാൽ എന്താ? വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞ ബുദ്ധി. അതുപോലെ വക്രരേഖ എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞ രേഖയാണ്. വളഞ്ഞ പാത്തിൽ ഒരു സംഭവം മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു സാധനം എറിയുമ്പോൾ അതിങ്ങനെ ഒരു പാരാബോളിക് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു പോയിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോയി താഴേട്ട് വന്ന് വീഴും അല്ലെ. കല്ലൊക്കെ എറിഞ്ഞ് അങ്ങനെയല്ലേ, നമ്മൾ ദൂരേട്ട് എറിഞ്ഞ് ആദ്യം അതിങ്ങനെ പൊങ്ങിപ്പോയിട്ട് പിന്നെ താഴേട്ട് വന്ന് പോകും അല്ലെ. ബോളൊക്കെ എറിഞ്ഞാൽ അങ്ങനെ പോവില്ലേ. അപ്പൊ ഇങ്ങനെ ദൂരേട്ട് നമ്മൾ കല്ലൊക്കെ എറിയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? വക്രരേഖാചലനത്തിന് എക്സാമ്പിൾ ആണ്. കിട്ടിയില്ലേ? അടുത്തത് വർത്തുള ചലനം. വർത്തുള ചലനം ആ പേരിൽ നിന്നും പറയാം. വർത്തുള 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 വൃത്തം, വൃത്തത്തിലോട്ട് വരിക. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയാം. പ്രകൃതിയിലെ ഏതൊക്കെ ചലനം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? വൃത്താകൃതിയിൽ നമ്മൾ തന്നെ ഒരു നൂലിൽ ഒരു കല്ല് കെട്ടിട്ട് ഇങ്ങനെ കറക്കിയാൽ എന്ത് പറ്റും? നമുക്കത് വൃത്താകൃതിയിൽ ഇങ്ങനെ കറക്കാൻ പറ്റും അല്ലെ. അതൊരു വർത്തുള ചലനമാണ്. നമ്മൾ കെമിസ്ട്രി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതൊരു വർത്തുള ചലനമാണ്, വൃത്താകൃതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു കോമ്പസിന്റെ മറ്റേ എഡ്ജിൽ നമ്മളൊരു പെൻസിലൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു കോമ്പസ് സെന്റർ ആയിട്ട് വെച്ച് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ വരയ്ക്കുന്ന ആ കോമ്പസിന്റെ അപ്പർ സൈഡിലുള്ള പെൻസിലിന്റെ മൂവ്മെന്റ് വൃത്താകൃതിയിലാണ് അല്ലെ. അങ്ങനെ വൃത്താകൃതിയിലുള്ള ചലനത്തിന് പറഞ്ഞ പേരെന്താണ്? വർത്തുള ചലനം. ഇനി
സമവർത്തുള ചലനം, അതായത് വർത്തുള ചലനത്തിന് കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയാണ്. ഈ വൃത്താകൃതിയിൽ ചലിച്ചോട്ടെ അത് സമമായിട്ട് ഒരേപോലെ പോവുക. സമം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞു, എന്താ സമചലനം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ, തുല്യ സമയത്തിൽ തുല്യ ദൂരം എന്നല്ലേ പറഞ്ഞേ. സമവർത്തുള ചലനവും അങ്ങനെ തന്നെയാണ്. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം വൃത്താകൃതിയിൽ പോവുകയാണെങ്കിൽ സമവർത്തുള ചലനമായിരിക്കും. വൃത്താകൃതിയിലുള്ള ചലനം അത് ഒരേ സമയത്ത് ഒരേപോലെ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലൊക്കെ ഒരു ക്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോക്കിൽ കാണാൻ പറ്റും, ക്ലോക്കിലെ സെക്കൻഡ് സൂചി ട്രാവൽ ചെയ്യണത് എങ്ങനെയാ, സെക്കൻഡ് സൂചി ഇങ്ങനെ ഒരേപോലെയാ പോകുന്നത് അല്ലെ. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് ആ സെക്കൻഡ് സൂചി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത്, ഒരേപോലെയാണ് അത് പോകുന്നത്. അപ്പോൾ ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്തിന് എക്സാമ്പിൾ ആണ്? സമവർത്തുള ചലനത്തിന് എക്സാമ്പിളാണ്. ചിലപ്പോൾ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്ന് പറഞ്ഞുകൊണ്ട് സമവർത്തുള ചലനം, വർത്തുള ചലനം വേറെ ഏതെങ്കിലും തന്നാൽ നമ്മൾ സമവർത്തുള ചലനം തന്നെ എഴുതണം. ഇനി സമവർത്തുള ചലനം തരാണ്ട് നേരേഖ ചലനം, വർത്തുള ചലനം, വക്രരേഖ ചലനം എന്നൊക്കെ തന്നാൽ നമുക്ക് വർത്തുള ചലനം കൊടുക്കാം. പക്ഷെ സെക്കൻഡ് സൂചിയുടെ ചലനം എന്നൊക്കെ പറഞ്ഞാൽ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം വൃത്താകൃതിയിലെ ചലനമാണ്, അതുകൊണ്ട് അത് സമവർത്തുള ചലനമാണ്. അടുത്തത് ദോലനം. ദോലനം എന്ന് വെച്ചാൽ എന്താണ്? ദോലനം ഞാൻ മുന്നേ പറഞ്ഞോളാം, നമ്മുടെ ക്ലോക്കിൽ ഇങ്ങനത്തെ ഒരു പെൻഡുലം ഉണ്ടെങ്കിൽ ആ പെൻഡുലത്തിന്റെ ചലനം നമ്മൾ ഈ ഫിസിക്സിന്റെ ഒക്കെ ലാബിലൊക്കെ സിമ്പിൾ പെൻഡുലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഓസിലേഷനൊക്കെ മെഷർ ചെയ്യുമായിരുന്നു സിമ്പിൾ പെൻഡുലത്തിൽ. അതിങ്ങനെ ഒരു ഡയറക്ഷനിൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു ട്രാവലിംഗ്, ഏതെങ്കിലും ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദോലനം എന്ന് പറയുന്നത്. നമ്മുടെ ക്ലോക്കിലെ പെൻഡുലമൊക്കെ ദോലന ചലനത്തിന് എക്സാമ്പിൾ ആണ്. ഊഞ്ഞാല് മുന്നോട്ടും പിന്നോട്ടും പോവാണ് അല്ലെ. അപ്പോൾ ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആവർത്തിക്കുന്ന ചലനത്തിന് എന്ത് പറയുന്നു? ദോലനം എക്സാമ്പിൾ നമ്മുടെ ക്ലോക്കിലെ പെൻഡുലം പറയാം നമുക്ക്. ഇനി ഭ്രമണചലനം. ഭ്രമണം എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ എന്ത് വരും? എർത്തിന്റെ റൊട്ടേഷൻ വരും അല്ലെ. ഭൂമിയുടെ ഭ്രമണം, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത് ഭൂമിയുടെ ഭ്രമണമാണ് അല്ലെ. അപ്പൊ ഭ്രമണം എന്ന് പറഞ്ഞാല് ഒരു വസ്തു കറങ്ങുന്നത് ഇങ്ങനെ സർക്കിൾ ഷേപ്പിലാണെങ്കിലും അല്ലെങ്കിൽ അതൊരു റൊട്ടേഷൻ ആണെങ്കിലും അതിന്റെ സെന്റർ ആ വസ്തുവിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഭ്രമണം എന്ന് പറഞ്ഞാല്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, സ്വന്തം അച്ചുതണ്ടിലും കറങ്ങുന്നുണ്ട്, നമുക്കറിയാം അല്ലെ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ചലനത്തിനെയാണ് ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ചലനത്തിനെയാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ അച്ചുതണ്ട് ഭൂമിയുടെ അകത്താണ്, അല്ലെങ്കിൽ ആ ഒരു സെന്റർ ഭൂമിയുടെ അകത്താണ്. ഏത് സെന്ററിനെ ബേസ് ചെയ്തിട്ടാണോ ഇത് മൂവ് ചെയ്യുന്നത് ആ സെന്റർ ആ വസ്തുവിന്റെ അകത്താണെങ്കിൽ ഭ്രമണം എന്ന് പറയും. അതേസമയം പരിക്രമണ ചലനാണെങ്കിലോ, പരിക്രമണ ചലനമാകുമ്പം ഇപ്പൊ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ സൂര്യനാണ് സെന്റർ, സൂര്യന് ചുറ്റുമാണ് ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് അല്ലെ. അപ്പൊ ഗ്രഹങ്ങളൊക്കെ സൂര്യന് ചുറ്റും കറങ്ങുമെന്ന് പറയുമ്പോൾ ആ കറങ്ങണ വസ്തു ഇപ്പൊ ഭൂമിയാണ് കറങ്ങുന്നതെങ്കിൽ ഭൂമിയുടെ വെളിയിലാണ് ആ ഒരു സെന്റർ. അപ്പൊ അങ്ങനെയുള്ളതാണ് പരിക്രമണ ചലനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചലനം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നേർരേഖ ചലനത്തിന് എക്സാമ്പിള് ഞെട്ടിട്ട് വീഴുന്ന മാങ്ങ, വക്രരേഖ ചലനത്തിന് എക്സാമ്പിള് നമ്മൾ ദൂരേക്ക് എറിയുന്ന കല്ല്. പിന്നെ വർത്തുള ചലനത്തിന് എക്സാമ്പിൾ എന്താ? വർത്തുള ചലനം നമ്മൾ ഒരു കോമ്പസിന്റെ ചലനം വർത്തുള ചലനമാണ്. സമവർത്തുള ചലനത്തിന് എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ദോലന ചലനത്തിന് എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? നമുക്കൊരു ഊഞ്ഞാല് പറയാം, അല്ലെങ്കിൽ പെൻഡുലത്തിന്റെ മൂവ്മെന്റ് പറയാൻ പറ്റും. ഭ്രമണ ചലനത്തിന് എക്സാമ്പിൾ ആണ് ഭൂമിയുടെ റൊട്ടേഷൻ. പരിക്രമണത്തിന് എക്സാമ്പിൾ ആണ് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അപ്പം ഈ പമ്പരത്തിന്റെ ചലനം ഏതായിരിക്കും? പമ്പരത്തിന്റെ ചലനം കമന്റ് ചെയ്യണം കേട്ടോ. പമ്പരത്തിന്റെ ചലനം ഏത് കൈൻഡ് ഓഫ് ചലനമാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ഇക്വേഷൻസ് പഠിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡിസ്റ്റൻസും സമയവും അതുപോലെ തന്നെ എന്താ പറയുക വേഗവും തമ്മിലുള്ള ബന്ധം പറയുന്ന ഇക്വേഷൻ? നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട് അല്ലേ. ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമുക്കൊരു ടോപ്പിക് തന്നെയുണ്ട്, അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യും. എന്നാലും അത് ഫിസിക്സിന്റെയും ഭാഗമാണ്, മാത്സും ഫിസിക്സും കണക്റ്റഡ് ആണ്, വി നോ ദ ഫാക്ട് അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരമാണ് ഇതിനകത്ത് ഈ 3 ക്വാണ്ടിറ്റിയിൽ ഏറ്റവും വലുത് ദൂരമാണ്. വലിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമായിരിക്കും, ഓർത്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു പിക്ചർ വെക്കുക, ഒരു ട്രയാങ്കിളിന്റെ ഇത് എസ്, ഇത് ടൈം, ഇത് ഡിസ്റ്റൻസ്. എപ്പോഴും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് മറ്റേത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇനി സ്പീഡ് ആണെങ്കിലോ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിലും ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഈ ഒരു ട്രയാങ്കിൾ ഓർത്താൽ മതി, ട്രയാങ്കിളിന്റെ താഴെ ഡിസ്റ്റൻസ് വെക്കുക എപ്പോഴും. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ്, സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ടൈം ആകുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആകുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് മൂന്നും വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി നമ്മള് ദൂരം, വേഗത, സ്ഥാനാന്തരം, പ്രവേഗം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയണം. ഒരു വസ്തുവിന്റെ പൊസിഷൻ ഒരു വസ്തു ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. അത് മൊത്തത്തിൽ ഇങ്ങനെ
ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു, അത് നമ്മൾ ദൂരം എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ. ആ വസ്തു എത്രമാത്രം മൂവ്മെന്റ് നടത്തി, അത് നമ്മൾ അതിന്റെ ദൂരം, അത് എത്ര ഡിസ്റ്റൻസ് ആണ്, എത്ര ദൂരമാണ് അത് സഞ്ചരിച്ചത്, നമ്മൾ പൊതുവെ ദൂരം എന്ന് പറയും. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നു. ഇപ്പൊ എ എന്ന പൊസിഷനിൽ നിന്ന് ഒരു വസ്തു മൂവ് ചെയ്ത് ബിയിലെത്തി. അപ്പൊ ആ വസ്തു എയിൽ നിന്നും ബിയിലോട്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ എത്തി. അപ്പൊ അങ്ങനെ എത്തുന്നതിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുക. അപ്പൊ ഒരു വസ്തുവിന്റെ പൊസിഷൻ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു വസ്തുവിന്റെ പൊസിഷൻ മാറുന്നതിന് നമ്മൾ എന്ത് പറയും? സ്ഥാനാന്തരം എന്ന് പറയും. അതിന്റെ സ്ഥാനം മാറുന്നു. ഇപ്പൊ ഒരു വസ്തു സഞ്ചരിച്ച് ഇപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ട്രാവൽ ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും എ തന്നെ വന്നാലോ? എ തന്നെ വന്നാൽ ആ വസ്തു സഞ്ചരിച്ചിട്ടുണ്ട്, അത് ഇത്ര ദൂരം ട്രാവൽ ചെയ്തു നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന്റെ സ്ഥാനാന്തരം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടോ? അത് എന്ന് പോയിട്ട് എ തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പൊസിഷൻ മാറിയിട്ടില്ല, അപ്പോൾ അവിടെ സ്ഥാനാന്തരം പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ദൂരം എന്ന് പറഞ്ഞാൽ ആ വസ്തു എത്ര ദൂരം മൊത്തം സഞ്ചരിച്ചു എന്ന് വെച്ചാൽ നമുക്ക് ദൂരം പറയാം. പക്ഷെ അതിന്റെ പൊസിഷന് എന്ത് മാറ്റം വരുന്നു? ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഒരു വസ്തുവിന്റെ പൊസിഷന്, സ്ഥാനത്തിന് വരുന്ന മാറ്റമാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് യൂണിറ്റ് ടൈമിൽ, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ടൈം എടുത്താൽ ഇത്ര സെക്കൻഡ് ടൈമിൽ അത് എത്രമാത്രം അതിന്റെ സ്ഥാനത്തിന് മാറ്റം വന്നു, അങ്ങനെ യൂണിറ്റ് ടൈമിൽ അതിനുണ്ടാകുന്ന ഒരു സ്ഥാനാന്തരത്തിനെ വിളിക്കുന്ന പേരാണ് പ്രവേഗം അഥവാ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരം ബൈ സമയമാണ്. ക്ലിയർ ആയോ? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലോട്ട് ഒരു ദിശയിൽ, ഒരു പ്രത്യേക ദിശയിൽ അതിന് സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയും. ഈ സ്ഥാനമാറ്റം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ, അതായത് സ്ഥാനാന്തരം ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി അഥവാ പ്രവേഗം. ഇനി ഈ പ്രവേഗം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, അതിനെ വീണ്ടും നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അത് യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന പ്രവേഗമാണ് എന്ത്? ത്വരണം അഥവാ ആക്സിലറേഷൻ. ഇത് മൂന്നും നിങ്ങൾ ഇങ്ങനെ ഓർത്തോളണം. അതായത് സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു വാല്യൂ, പിന്നെ പ്രവേഗം എന്ന് പറയുന്നത്, പിന്നെ ത്വരണം എന്ന് പറയുന്നത്, ഇവർ മൂന്നും തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കുക. സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ സ്ഥാനാന്തരം ബൈ ടൈം, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ത്? പ്രവേഗം അഥവാ വെലോസിറ്റി. ഇനി പ്രവേഗം ബൈ ടൈം, വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത്? ത്വരണം അഥവാ ആക്സിലറേഷൻ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് നിരക്കാണ് സ്ഥാനാന്തരം. ഇത്രയും ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? നമ്മൾ ഐസക് ന്യൂട്ടനെ പറ്റി പറഞ്ഞു, ഗലീലിയെ പറ്റി പറഞ്ഞു, ചലനത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ചലനം ആപേക്ഷികമാണെന്ന് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചലനങ്ങൾ, പ്രകൃതിയിലെ വ്യത്യസ്ത ചലനങ്ങൾ ഏതൊക്കെയാണെന്നും അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞു, നമ്മൾ ടൈം ഡിസ്റ്റൻസ് സ്പീഡിന്റെ ഫോർമുല പറഞ്ഞു, നമ്മൾ എന്താണ് സ്ഥാനാന്തരം, എന്താണ് പ്രവേഗം, എന്താണ് ത്വരണം എന്ന് പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചലന നിയമങ്ങളിലോട്ടാണ്. ചലന നിയമങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചലനം എന്ന് പറയുമ്പോൾ നമുക്ക് ചലന നിയമങ്ങൾ നോക്കാതെ വയ്യ. അപ്പൊ ചലന നിയമങ്ങൾ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് രണ്ട് ടേംസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടേം ആണ് ആക്കം. ആക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്കൂളിലൊക്കെ അല്ലെ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ പഠിച്ചോളൂ. ആക്കം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം. ചലിക്കുന്ന വസ്തുക്കളാണെങ്കിൽ ഈ ചലിക്കുന്ന വസ്തുക്കൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേക ഗുണമാണ് ആക്കം. അതെന്ത് ഗുണം? അത് ചലിക്കുന്ന വസ്തുക്കൾക്ക് ആക്കം ഉണ്ടെന്ന് പറയും. എന്താ ആക്കം? ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യാണ്, അത് വേറെ വസ്തുവിലോട്ട് വന്ന് മുട്ടിയാൽ എന്ത് പറ്റും? എന്തോ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകും അല്ലെ? അപ്പൊ ചലിക്കുന്ന വസ്തു വേറെ വസ്തു ഉണ്ടാക്കുന്ന ഒരു ആഘാതം എന്നൊക്കെ പറയാം. ചലിക്കുന്ന വസ്തുവിന്റെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വസ്തു, ആ വസ്തുവിന് ഇപ്പൊ നമ്മളൊരു പന്ത് തന്നെ എടുക്കുക. ആ പന്തിന് അല്ലെ ആ ബോളിന് ഒരു മാസ് ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ പിണ്ഡമുണ്ട്, അത് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാണ്, അതായത് അതിന് നല്ലൊരു വെലോസിറ്റി ഉണ്ടെങ്കിൽ ആ വസ്തുവിന്റെ ആ മാസും ആ വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുന്നു, അതാണ് ആ ചലിക്കുന്ന പന്തിന്റെ ആക്കം എന്ന് പറയുന്നത്. അപ്പൊ ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് എന്ത്? ആക്കം എന്ന് പറയുന്നത്. ആക്കത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ഒരു വസ്തുവിന് എം എന്ന് പറയുന്നത് അതിന്റെ പിണ്ഡമാണ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ്. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാനമാറ്റത്തിന്റെ നിരക്കാന്ന് ഞാൻ പറഞ്ഞു, സ്ഥാനാന്തരത്തിന്റെ നിരക്കാണ് വെലോസിറ്റി. അപ്പൊ പന്ത് ഈ ഒരു പൊസിഷനിൽ നിന്ന് ആ ഒരു പൊസിഷനിലോട്ട് മൂവ് ചെയ്തു, പന്തിന് സ്ഥാനാന്തരം സംഭവിച്ചു. യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ വെലോസിറ്റിയും ആ ബോളിന്റെ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എന്താണോ അതാണ് ആ മൂവ് ചെയ്യുന്ന പന്തിന്റെ ആക്കം എന്ന് പറയുന്നത്. ആക്കം എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി, പി = mv. പഠിച്ചോളൂ. ആക്കം എന്ന് പറഞ്ഞാൽ പി = mv ആണ്. ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ്. എം മാസ് ഉള്ള ഒരു വസ്തു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ആക്കം എന്ന് പറഞ്ഞാൽ m × v ആണ്.
ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. അതുപോലെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം നമ്മുടെ ആക്കത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പൊ മാസ് എം, വെലോസിറ്റി വി തന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കണം, ആക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. ആ രണ്ട് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് യൂണിറ്റ് കൊടുക്കണം ആൻസറിന്റെ കൂടെ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആക്കം കിട്ടിയല്ലോ. ഈ ആക്കവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്, അതാണ് ആക്ക സംരക്ഷണ നിയമം. ഇതാണ് ആ നിയമം. ഒരു ബാഹ്യ ബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഒരു ബാഹ്യ ബലം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. ആ നിയമത്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ റോക്കറ്റ് വിക്ഷേപണമൊക്കെ. ഒരു ബാഹ്യബലം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരു വസ്തുവിന്റെ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ബാഹ്യബലം എന്ന് വെച്ചാൽ എന്താ? നമ്മളൊരു വസ്തുവിന് പുറമേ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ബലമാണ് ബാഹ്യബലം. ഇപ്പൊ നിങ്ങളുടെ ഒരു കാറ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, നമ്മൾ ആ കാറിനെ തള്ളി മൂവ് ചെയ്യിക്കുകയാണ്. നമ്മൾ അതിന്റെ അകത്തിരുന്നിട്ട് ആ കാറിനെ തള്ളിക്കഴിഞ്ഞാൽ കാർ മൂവ് ചെയ്യുമോ? അകത്തിരുന്നിട്ട് തള്ളിയാൽ അത് മൂവ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ പുറത്തിറങ്ങിയിട്ട് തള്ളുമ്പോഴാണ് അത് മൂവ് ചെയ്യുക. അപ്പൊ ഈ ബാഹ്യബലം നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബലത്തിനാണ് ബാഹ്യബലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബാഹ്യബലം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, സ്ഥിരമായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് റോക്കറ്റ് വിക്ഷേപണം. റോക്കറ്റ് വിക്ഷേപണം എന്തിന് എക്സാമ്പിൾ ആണ്? ആക്ക സംരക്ഷണ നിയമത്തിന് എക്സാമ്പിൾ ആണ് റോക്കറ്റ് വിക്ഷേപണം. എന്താണ് ആക്ക സംരക്ഷണ നിയമം? ഒരു ബാഹ്യബലം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. ആക്കം എന്താണ്? ആക്കം പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. ഒരു വസ്തുവിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് അതിന്റെ ആക്കം എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു സവിശേഷ ഗുണമാണ് ആക്കം. ചലിക്കുന്ന ഒരു വസ്തു വേറൊരു വസ്തു ഉണ്ടാക്കുന്ന ഒരു ആഘാതമാണ് ആക്കം എന്ന് പറയുന്നത്. ആക്ക സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാഹ്യബലം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. എക്സാമ്പിൾ റോക്കറ്റ് വിക്ഷേപണം. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആക്കം എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ഉണ്ടോ? വെലോസിറ്റി ഇല്ല, വെലോസിറ്റി 0 ആയിരിക്കും. വെലോസിറ്റി 0 ആണെങ്കിൽ മാസിന്റെ വെലോസിറ്റി എന്തായിരിക്കും? ഏതെങ്കിലും വസ്തുവിന് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ 0 ആയിരിക്കും. വെലോസിറ്റി 0 ആണെങ്കിൽ ആക്കവും 0 ആയിരിക്കും. അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ആക്കം എന്ന് പറഞ്ഞാൽ 0 ആണ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഡെഫിനിഷൻ വെച്ച് പറയാം അല്ലെ? ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ ഗുണമല്ല. അപ്പോൾ ഓർത്തോളം, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ ആക്കം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നമ്മൾ ന്യൂട്ടന്റെ ചലനനിയമത്തിലോട്ട് വരുന്നേക്കാളും മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ജഡത്വം. എന്താ ജഡത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട് ജഡത്വത്തിന്. ജഡത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തു അതിങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ആ വസ്തു എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും, അൺലെസ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ഓൺ ഇറ്റ്. എന്ന് വെച്ചാൽ എന്താ? പുറമേ നിന്ന് വേറൊരു ഫോഴ്സ് ആ വസ്തുവിൽ അപ്ലൈ ചെയ്യാത്തിടത്തോളം കാലം ആ വസ്തുവിന് അതേ അവസ്ഥയിൽ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ അനങ്ങാതിരിക്കുന്ന വസ്തുവിന്റെ ഈ ഒരു ടെൻഡൻസി, ഒരു മടി എന്നൊക്കെ പറയും. ചില ആളുകൾ അങ്ങനെ, അവർക്ക് ഭയങ്കര മടിയല്ല, അവരിങ്ങനെ ഇരിക്കും. പഠിക്കാനുണ്ടെങ്കിലും ശരി, എന്തുണ്ടെങ്കിലും ശരി, ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് എക്സാം അല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും? പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങും അല്ലെ? അതൊരു എക്സ്റ്റേണൽ ഒരു മോട്ടിവേഷൻ റിസൾട്ടാണ് നമ്മൾ അവിടെ കണ്ട ആ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ ഒരു മടിക്കാണ് ശരിക്കും ജഡത്വം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു അത് ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ ആ വസ്തു അങ്ങനെ ഇരിക്കാൻ ഒരു ടെൻഡൻസിയാണ്. നമ്മൾ കുറെ നാൾ ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ ടെൻഡൻസി ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. ഇതാണ് ജഡത്വം എന്ന് പറഞ്ഞാൽ. ഇനി ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനുണ്ട് ജഡത്വം. ഇനി ഇരിക്കുന്ന ആൾക്ക് മാത്രമല്ല ഈ ഒരു മടിയല്ലേ. ഒരാൾ എന്നും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക, രാവിലെ തൊട്ട് രാത്രി ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എപ്പോഴും അതേപോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിൽക്കാൻ പറഞ്ഞാലും നിൽക്കില്ല, ഇങ്ങനെ പോവാണ്. പിടിച്ചു നിർത്തിയാൽ അവിടെ നിൽക്കും. ഇത് തന്നെയാണ് എന്താ പറയുക ചലന ജഡത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജഡത്വം 2 രീതിയിലുണ്ട്, ചലന ജഡത്വവും നിശ്ചല ജഡത്വവും ഉണ്ട്. ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ മടി, ആ ചലനം നിർത്താനുള്ളൊരു മടി അല്ലെ? നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചലിക്കാനുള്ളൊരു മടി. മടി എന്നൊന്നും പറയല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പൊ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു അതിന് നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു ചലനാവസ്ഥയിലോ ഇരിക്കുന്ന ഒരു വസ്തു ആണെങ്കിൽ ആ വസ്തുവിന് ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ആ വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കാനുള്ള ആ ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയാ? ജഡത്വം എന്ന് വിളിക്കുന്നത്. ഈ ജഡത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ ഐസക് ന്യൂട്ടൻ ആണ് 3 ചലന നിയമങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. 1ാം ചലന നിയമം ഈ ജഡത്വവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്. അതുകൊണ്ട് ന്യൂട്ടന്റെ 1ാം ചലന നിയമത്തിന് ജഡത്വ നിയമം എന്ന് പറയുന്നു. എന്താണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം പറയുന്നത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ, ഇഫ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ഓൺ ഇറ്റ്,
അതിനകത്തൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഒരു വസ്തു അതിന്റെ ഏതവസ്ഥയിലാണ് ആ അവസ്ഥ അതിൽ നിന്ന് മാറ്റം വരും. ആ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു അതേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താ പറയുന്നത്? ഒരു വസ്തുവില് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ പറഞ്ഞ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലവും ഒരു വസ്തു അതിന്റെ നേർരേഖ സമചലന അവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടർന്നുകൊണ്ടേയിരിക്കും. നേർരേഖയിലൂടെ സമചലനത്തിൽ ഒരേപോലെ പോകുന്ന ഒരു വസ്തുവാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു അസന്തുലിത ബാഹ്യബലം അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അതേ ചലനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിലും ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ അവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തന്നെയല്ലേ ജഡത്വം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത്? ഒരു അസന്തുലിത ബാഹ്യബലം ഒരു വസ്തുവിന് പ്രയോഗിക്കാത്തിടത്തോളം കാലവും ആ വസ്തു അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലന അവസ്ഥയിലോ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. Okay, if an external unbalanced force doesn't apply on a body, it continues its state of rest or its uniform motion എന്നുള്ളതാണ്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കാത്തിടത്തോളം കാലം ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലന അവസ്ഥയിലോ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ജഡത്വ നിയമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം കിട്ടിയല്ലോ. അതായത് മടിയന്മാരുടെ നിയമമാണത് അല്ലെ. അപ്പൊ നമ്മൾ ആ മടിയൊക്കെ മാറ്റാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ അത് മാറ്റിയെടുക്കും. ഓക്കെ, ഇനി രണ്ടാം ചലന നിയമം നോക്കുക. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഈ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ആക്കവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആക്കവുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒന്നാം ചലന നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ജഡത്വമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മൾ ജഡത്വം പഠിച്ചേ. എന്നാൽ രണ്ടാം ചലന നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ആക്കവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്താ രണ്ടാം ചലന നിയമം എന്നറിയോ? ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് നേർ അനുപാതത്തിലായിരിക്കും. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം പറയുന്നത് ഒരു വസ്തുവിന്റെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അസന്തുലിത ബാഹ്യബലത്തിന് നേർരേഖ അനുപാതത്തിലായിരിക്കും. അതായത് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന് നിരക്ക്. ആക്ക വ്യത്യാസം ഉണ്ടാകുന്ന എപ്പോഴാ? എന്താണ് ആക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് പറഞ്ഞു ആക്കം അല്ലെ. അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിൽ ഒരു ബലം അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതിന്റെ ആക്കത്തിന് മാറ്റം വരും അല്ലെ. ഒരു ബലം നമ്മൾ ഇപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മൾ ഒരു ബലം കൊടുത്താൽ കുറച്ചും കൂടി സ്പീഡിൽ അത് മൂവ് ചെയ്യും. അപ്പൊ നമ്മളൊരു ബലം അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് ആക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ആ ആക്ക വ്യത്യാസത്തിന് നിരക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. കൂടുതൽ ബലം അപ്ലൈ ചെയ്താൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുതലായിരിക്കും. അപ്പൊ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അപ്ലൈ ചെയ്യുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന വസ്തുവിന് നമ്മൾ ആ ഡയറക്ഷനിലാണ് നമ്മൾ ബലം അപ്ലൈ ചെയ്തെങ്കിൽ ആ വസ്തു അങ്ങോട്ട് തന്നെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ആക്ക വ്യത്യാസത്തിന്റെ ഈ നിരക്ക് മാത്രമല്ല, ആ ആക്ക വ്യത്യാസത്തിന്റെ ഡയറക്ഷൻ ഈ ബലത്തിന്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഒരു ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. അതിന്റെ മാസിന്റെ വെലോസിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ആക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തു വേറൊരു വസ്തു ഉണ്ടാക്കുന്ന ഒരു ആഘാതമാണ് ആക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്കം എന്ന് പറയുന്ന സംഭവം, ആക്ക വ്യത്യാസം, ഈ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് നമ്മളൊരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അപ്ലൈ ചെയ്യുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലുമായിരിക്കും. ആ ബലത്തിന്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും, അതേ ദിശയിലുമായിരിക്കും. ഓക്കെ, അതുപോലെ തിരിച്ചും, അതായത് ഒരു വസ്തുവിന്റെ ആക്ക വ്യത്യാസം സ്ഥിരമാണ്, ആക്ക വ്യത്യാസത്തിന് മാറ്റമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ആക്ക വ്യത്യാസം സ്ഥിരമാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന ബലം എന്ന് പറയുന്നത് ആ ബലം അപ്ലൈ ചെയ്യുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിന്റെ ആക്ക വ്യത്യാസം സ്ഥിരമാണ്, ആക്കത്തിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, ആക്ക വ്യത്യാസം സ്ഥിരമായിട്ടിരുന്ന അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇപ്പൊ ഒരു വലിയ ബലം അപ്ലൈ ചെയ്തു, ഒരു ചെറിയ നമ്മളിപ്പോ ആ ബലം അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുത്താല് ബലം കുറവായിരിക്കും, കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബലമായിരിക്കും. അതാണ് വിപരീത അനുപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന ബലവും ആ ബലം അപ്ലൈ എടുക്കാനുള്ള സമയവും വിപരീത അനുപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം കൂടുതലാവുന്നത് എപ്പോഴാ? മീൻസ് ബലം സമയം കൂടുതലാണെങ്കിൽ ബലം കുറവായിരിക്കും. കൂടുതൽ സമയം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബലം അവിടെ കുറവായിരിക്കും. കുറച്ച് സമയം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ബലം കൂടുതലായിരിക്കും. എപ്പോ? ആക്ക വ്യത്യാസം സ്ഥിരമാണെങ്കിൽ. ആക്ക വ്യത്യാസത്തിന് മാറ്റം ഇല്ലാണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ കുറേ സമയം നമ്മൾ ഒരേ ബലം അപ്ലൈ ചെയ്താൽ ആക്ക വ്യത്യാസം ഉണ്ടാവണമല്ലോ, വേണ്ടേ? കുറേ സമയം നമ്മൾ ഭയങ്കരമായിട്ട് ബലം അപ്ലൈ ചെയ്താൽ ആക്ക വ്യത്യാസം ഉണ്ടാവണം. ആക്ക വ്യത്യാസം ഇല്ല, സ്ഥിരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ അപ്ലൈ ചെയ്യുന്ന ബലവും അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയവും വിപരീത അനുപാതത്തിലാണ്.
അല്ലെ? കുറച്ച് സമയം എടുക്കുമ്പോൾ കൂടുതൽ ബലം അവിടെ വരുന്നത്, പക്ഷെ അവിടെ കുറച്ച് സമയം ആ ബലത്തിന് അവിടെ കിട്ടുന്നു. കൂടുതൽ ബലം അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്രയും സമയമേ ഉള്ളൂ. അപ്പൊ അവിടെ ആക്ക വ്യത്യാസം ഇവിടെ സ്ഥിരമാണ് ആ ഒരു കേസിൽ. അല്ലെങ്കിൽ തിരിച്ചും, അതായത് നമ്മള് ബലം കുറച്ചേ ഉള്ളൂ, കുറെ സമയം എടുത്തു, അപ്പോഴവിടെ ആക്ക വ്യത്യാസം സ്ഥിരമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയെടുത്തോളം ആക്ക വ്യത്യാസം സ്ഥിരമാണെങ്കിൽ ആ വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന ബലവും ആ ബലം അപ്ലൈ ചെയ്യപ്പെടുന്ന സമയവും വിപരീത അനുപാതത്തിലായിരിക്കും. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്താ പറയുന്നത്? ഒരു വസ്തുവിന്റെ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്യുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ആക്ക വ്യത്യാസത്തിന്റെ ദിശ, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ബലം അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിലും ആയിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. അത് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ദ ഫേമസ് ഇക്വേഷൻ F is equal to ma. F is equal to mass into acceleration. F is equal to mass into acceleration. F is equal to ma. F is equal to ma, അല്ലെ? F is equal to mass into acceleration എന്നുള്ള ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബലത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയാം, അല്ലെ? ബലം കണ്ടുപിടിക്കാൻ വേണ്ടി വസ്തുവിന്റെ മാസും ആ വസ്തുവിന്റെ ആക്സിലറേഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാം ചലന നിയമം ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മൂന്നാം ചലന നിയമം നോക്കാം. മൂന്നാം ചലന നിയമം എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് മൂന്നാം ചലന നിയമം? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, അല്ലെ? ഒരു റോക്കറ്റ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റോക്കറ്റിനകത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രവർത്തനത്തിന് അതേ ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം കാരണമാണ് റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് മൂന്നാം ചലന നിയമത്തിന്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, അതാണ് മൂന്നാം ചലന നിയമം. ഇനി ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാസ് കൂടുന്തോറും ഈ ജഡത്വം കൂടുന്നുള്ള കാര്യം, അത് ഓർത്ത് വെച്ചോളണം. ജഡത്വം എന്താണ്? ഒരു വസ്തു അനങ്ങാതിരിക്കുകയാണെങ്കിൽ അനങ്ങാതെ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി, അതിങ്ങനെ മാസ് കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ ടെൻഡൻസി കൂടിക്കൊണ്ടേയിരിക്കും. ചെറിയ വസ്തുവാണെങ്കിൽ പിന്നെയും, അല്ലെ? വസ്തുവിന്റെ മാസ് കൂടുന്ന അനുസരിച്ച് മടി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അല്ലെ? ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമ്മളിങ്ങനെ തടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ മൂവ് ചെയ്യാൻ ഒട്ടുമേ പറ്റില്ല, അല്ലെ? അങ്ങനെ വിചാരിക്കാം. മാസ് കൂടുന്തോറും ഈ ഒരു ജഡത്വം കൂടുതലായിരിക്കും. അതൊക്കെയാണല്ലോ. ഇനി ഒരു കാര്യം ഇവിടെ ഉണ്ട്, ആവേഗബലം. ആവേഗബലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കാര്യം ഓർത്താൽ മതി. ക്രിക്കറ്റിൽ എങ്ങനെയാ, നമ്മൾ പന്ത് ബാറ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ബാറ്റ് എന്ത് ചെയ്യാണ്? വളരെ ഫോഴ്സിലാണ് ബാറ്റ് പന്തിലെ ബലം അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ചെറിയൊരു ടൈമിലല്ലേ, ആ ഒരു ഒറ്റ സെക്കൻഡിലാണ് ആ ഒരു ബാറ്റ് ബോളിൽ മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഫോഴ്സിലാണ് അത് പോകുന്നത്, പന്ത് തെറിച്ചു പോകുന്നത്. അപ്പൊ അതാണ് ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന ആ ഒരു വലിയ ബലത്തിനാണ് എന്ത് പറയാ? ആവേഗബലം എന്ന് പറയാ. ഒരു ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന ഒരു വലിയ ബലമാണ് ആവേഗബലം. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആക്കം പഠിച്ചു, P = m×v kg/m/s യൂണിറ്റ്. ജഡത്വം എന്താന്ന് പഠിച്ചു, മടിയാണ്. നിശ്ചലാവസ്ഥയിലാണെങ്കിലും നേർരേഖ സമചലനാവസ്ഥയിലാണെങ്കിലും ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചില്ലെങ്കിലും വസ്തു അതേ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഈ ഒരു പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആവേഗബലം, മാസ് കൂടുന്നതും ജഡത്വം കൂടുന്നു എന്ന് പറഞ്ഞു. ആവേഗബലം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തേക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കുന്ന ഒരു വലിയ ബലമാണ് ആവേഗബലം എന്ന് പറഞ്ഞു. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പഠിച്ചു, അത് ജഡത്വ നിയമം തന്നെയാണ്. രണ്ടാം ചലന നിയമം പഠിച്ചു, എന്താണ്? ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു അസന്തുലിത ബാഹ്യബലത്തിന്റെ നേരനുപാതത്തിലും അതേ ദിശയിലുമായിരിക്കും, അത് പഠിച്ചു. രണ്ടാം ചലന നിയമം പഠിച്ചു. ആക്ക സംരക്ഷണ നിയമം പഠിച്ചു, അതായത് ഒരു ബാഹ്യബലം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആക്കം 0 ആയിരിക്കും. റോക്കറ്റ് വിക്ഷേപണം ആക്ക സംരക്ഷണ നിയമത്തിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്? മനസ്സിലായാലോ? ഒരു വസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അതിന്റെ ഉള്ളിൽ നിന്നായിട്ട് കാര്യമില്ല, പുറമേ നിന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. പുറമേ നിന്ന് അപ്ലൈ ചെയ്താലേ ആ വസ്തു മൂവ് ചെയ്യത്തുള്ളൂ. ബസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് ബസ് തള്ളിയാൽ ബസ് മൂവ് ചെയ്യത്തില്ല, ബസ് പുറത്തുനിന്ന് തള്ളിയാൽ അത് മൂവ് ചെയ്യും, അല്ലെ? അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? SCERT പോർഷൻ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റ്സ് കൂടി SCERT ഉണ്ട്, അതും കൂടി ഞാൻ പറയാം. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിന്റെ വർഗത്തിന് നേരനുപാതത്തിലാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സമത്വരണം എന്ന് പറഞ്ഞാൽ ഒരേ ആക്സിലറേഷനിൽ പോകുന്ന 2 വസ്തുക്കളാണെന്ന് കരുതുക. ഈ 2 വസ്തുക്കളും സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഇവരുടെ സമയത്തിന്റെ വർഗം, അതായത് ടൈം സ്ക്വയറുമായിട്ട് പ്രൊപ്പോർഷൻ ആണെന്ന്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് സമയത്തിന്റെ വർഗത്തിന് പ്രൊപ്പോർഷൻ ആണെന്ന്. എങ്ങനെയുള്ളത്? ഒരേ ത്വരണത്തിൽ പോകുന്ന വസ്തുക്കളാണെങ്കിൽ അവർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അവരുടെ സമയത്തിന്റെ വർഗത്തിന് പ്രൊപ്പോർഷൻ ആണെന്ന് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ് കേട്ടോ. ഇനി വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗലീലിയോ ആണ് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചത്. നിശ്ചല ജഡത്വത്തിന്റെ ഉദാഹരണങ്ങൾ SCERT പറഞ്ഞിട്ടുള്ള 2-3 ഉദാഹരണം പറയാം. മാവിന്റെ കൊമ്പ് കുലുങ്ങുന്നു. മാവിന്റെ കൊമ്പ് കുലുങ്ങുമ്പോൾ എന്ത് പറ്റും? മാങ്ങ താഴെ വീഴും. അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണെന്ന്. അതെന്താ അങ്ങനെ പറയണത്?
അതായത് മാവിന്റെ കൊമ്പിൽ അനങ്ങാതെ കൊമ്പിരുന്ന സമയത്ത് മാങ്ങ ഇങ്ങനെ അനങ്ങാതിരിക്കുമായിരുന്നു. നമ്മൾ കൊമ്പ് കുലുക്കിയപ്പോൾ എന്താ അവിടെ സംഭവിച്ചു? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് പറ്റി? ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഈ മാങ്ങ എന്ത് ചെയ്തത്? അതിന്റെ ആ ഒരു ഞെട്ടറ്റ് താഴോട്ട് വീഴുന്നത്. അതായത് ആ കൊമ്പ് കുലുങ്ങുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിലാണ് മാങ്ങ അടർന്നു വീഴുന്നത്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. അതുവരെ വഴിയായിട്ട് അനങ്ങാതിരുന്ന മാങ്ങയ്ക്ക് ഒരു ബലം കിട്ടിയപ്പോൾ താഴോട്ട് വീണത് നിശ്ചല ജഡത്വം. ഇനി ഓടി വരുന്ന ഒരു അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ഓടി വന്ന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലും കുറച്ചുകൂടി കൂടെ മുന്നോട്ട് ഓടും. എന്തുകൊണ്ടാണ്? ആ ഒരു ചലനാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കുറച്ചു നേരം കൂടി. അതെന്തിന് ഉദാഹരണമാണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിന് പറയുന്ന പേരെന്താണ്? വർത്തുള ചലനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിന് ആരത്തിൽ കൂടെ വൃത്ത കേന്ദ്രത്തിലോട്ട് അനുഭവപ്പെടുന്ന ഒരു ത്വരണം. അപ്പൊ നമ്മളിങ്ങനെ ഒരു കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ആ കല്ല് ഇങ്ങനെ കറങ്ങണ കല്ലിന് ഈ ഒരു ആരത്തിൽ കൂടെ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിലോട്ട് അനുഭവപ്പെടുന്ന ത്വരണത്തിന് പറയുന്ന പേരാണ് അഭികേന്ദ്ര ത്വരണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അഭികേന്ദ്ര ത്വരണം. ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാനായിട്ട് ഒരു ബലം വേണം. ഒരു ബലം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ത്വരണം ഉണ്ടാവുക. അപ്പൊ ഈ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ആ ബലത്തിന് പറയുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് അഥവാ അഭികേന്ദ്ര ബലം. ഓർത്തോളണേ. പിന്നെ ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണ്? ബലത്തെയും ജഡത്വത്തെയും പറ്റി പറയുന്ന ഏതാ? ജഡത്വം എന്ന് പറയുമ്പോഴേ ഓർത്തോ ഒന്നാം ചലന നിയമമാണ്. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തെ അളക്കാൻ സഹായിക്കുന്ന ന്യൂട്ടന്റെ നിയമം ഏതാണ്? ബലത്തിനെ അളക്കാൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന നിയമം ഏതാ? M×A. അങ്ങനെ ബലത്തിനെ അളക്കാൻ പറ്റുന്ന നിയമമാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഏതാണ്? രണ്ടാം ചലന നിയമം. ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണം ആക്കം നമ്മൾ പറഞ്ഞാണ്. ആക്കം ഒരു ഡാഷ് അളവാണ്. സദിശ അളവാണോ അദിശ അളവാണോ? ആക്കം ഒരു സദിശ അളവാട്ടോ. ആക്കത്തിന് ഒരു ദിശയുണ്ട്. ഓർത്തോളം, ആക്കം ഒരു സദിശ അളവാണ്. ആക്കത്തിന് ദിശയുണ്ട്. ബലം ഒരു സദിശ അളവാണ്. ആക്കവും ഒരു സദിശ അളവാണ്. ഇനി റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം എന്ത്? റോക്കറ്റ് വിക്ഷേപണം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. സെയിം ടൈം ആക്ക സംരക്ഷണ നിയമത്തിന്റെ എക്സാമ്പിളും ആണ്. റോക്കറ്റ് വിക്ഷേപണത്തിന് പിന്നിലുള്ള തത്വം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. തോക്കിൽ നിന്നും വെടിയുതിർക്കുമ്പോൾ തോക്ക് അല്പം പുറകോട്ട് തെന്നുന്നു. അല്ലെ, ഇങ്ങനെ വെടി വെക്കുമ്പോൾ അങ്ങോട്ട് ആ ബുള്ളറ്റ് പോകുമ്പോഴേക്കും തോക്ക് അല്പം പുറകോട്ട് ഇങ്ങനെ തെന്നുന്നത് അതിന് കാരണം എന്താണത്? അതും ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. അങ്ങോട്ടൊരു ഫോഴ്സ് പോയപ്പോൾ ഈക്വലന്റ് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് വന്നതാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ഇനി ഒരു വസ്തുവിന്റെ വൃത്തപാതയിലുള്ള ചലനം വർത്തുള ചലനം നമ്മൾ പറഞ്ഞു. ഒരു കല്ല് ചരടിക്കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം എന്തിന് എക്സാമ്പിൾ ആണ്? കല്ലിന്റെ ചലനം വർത്തുള ചലനത്തിന് എക്സാമ്പിൾ ആണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ ദൂരം കൊണ്ട് തുല്യ സമയം സഞ്ചരിക്കുകയാണെങ്കിൽ സമവർത്തുള ചലനമാണ്. എക്സാമ്പിൾ പെൻഡുലം ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം. കാർപ്പറ്റിൽ നിന്നും പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടികൊണ്ട് തട്ടുന്നു. നമ്മളൊരു കാർപ്പറ്റിൽ നമുക്ക് പൊടി തട്ടി മാറ്റാൻ വേണ്ടി കാർപ്പറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ വടി കൊണ്ട് തട്ടുകയാണ്. അപ്പൊ പൊടി ഇങ്ങനെ പോകുന്നു. അതെന്തിന്റെ എക്സാമ്പിളാ? നിശ്ചല ജഡത്വത്തിന് അല്ലെ. പൊടി ഇങ്ങനെ മടിയനായിട്ട് ആ കാർപ്പറ്റിൽ കുറെ കാലമായിട്ട് ഇരിക്കുകയായിരുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ പൊടി ഇങ്ങനെ പറക്കാൻ തുടങ്ങി, പറന്ന് പോകാൻ തുടങ്ങി. അത് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കുറെ നേരം ബസ്സിൽ ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന എന്തിന്റെ എക്സാമ്പിൾ ആണ്? അത് ചലന ജഡത്വം. നമ്മൾ ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരേ ഒരു ഫോഴ്സിൽ അല്ലെ. പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ വീഴാൻ തുടങ്ങുന്നത് എന്താണ്? ചലന ജഡത്വത്തിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴും പെട്ടെന്ന് നമ്മൾ അത്രയും നേരം മൂവ് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ. അപ്പൊ ജഡത്വം എന്താന്ന് ക്ലിയർ ആയല്ലോ. നമ്മൾ ഈ ഭാഗത്ത് എന്തൊക്കെയാ പഠിച്ചത്? ആക്കം പഠിച്ചു, ആക്കത്തിന്റെ ഇക്വേഷൻ പഠിച്ചു, ആക്കത്തിന്റെ യൂണിറ്റ് പഠിച്ചു, ആക്കം ഒരു സദിശ അളവാന്ന് പഠിച്ചു, ആവേഗ ബലം എന്താന്ന് പഠിച്ചു. ക്രിക്കറ്റ് ബാറ്റ് ബോളിൽ തട്ടുന്നതാണ്. അതായത് ഒരു ചെറിയ ടൈമിൽ വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് ആവേഗ ബലം എന്ന് പറഞ്ഞു. അതുപോലെ ജഡത്വം എന്താണ്, നിശ്ചല ജഡത്വം എന്താണ്, ചലന ജഡത്വം എന്താണ്, മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു, അതെല്ലാം പറഞ്ഞു. അത് വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാം ചലന നിയമം പഠിച്ചു. രണ്ടാം ചലന നിയമം ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ്, ബലത്തിന്റെ സെയിം പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ട് F=ma പഠിച്ചു. മൂന്നാം ചലന നിയമം പഠിച്ചു. റോക്കറ്റിന്റെ വിക്ഷേപണ എക്സാമ്പിൾ പഠിച്ചു. ആക്ക സംരക്ഷണ നിയമം പഠിച്ചു. ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആക്കം 0 ആയിരിക്കും. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ചലനം എന്ന ഭാഗത്തു നിന്ന് നിങ്ങൾ എന്തെല്ലാം പഠിച്ചു? ചലനത്തിന്റെ ഡെഫിനിഷൻ, 2 സയന്റിസ്റ്റുമാര്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അത് പറഞ്ഞപ്പോഴത്തെ ന്യൂട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂട്ടനാണ് നമുക്കിവിടെ ചലന നിയമങ്ങൾ തന്നത്. ഇതേ ന്യൂട്ടനാണ് നമുക്ക് ഗ്രാവിറ്റി അല്ലെ ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച് തന്നത്. അതുപോലെ നമ്മൾ പ്രകാശം എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതായത് നമ്മുടെ സൂര്യപ്രകാശത്തെ 7 ഘടകവർണ്ണങ്ങളുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് ന്യൂട്ടനാണ്. കണികാ സിദ്ധാന്തം ന്യൂട്ടന്റെയാണ്.
അപ്പോൾ ന്യൂട്ടനെ പറ്റി പറഞ്ഞു, ഗലീലിയെ പറ്റി പറഞ്ഞു, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിച്ചു, പ്രകൃതിയിലെ ഡിഫറെന്റ് ചലനങ്ങൾ ഏതൊക്കെയാണ് ഓരോന്നിനും എക്സാമ്പിൾ പഠിച്ചു, ആക്കം, ആവേഗം, ഓരോന്നിനും എക്സാമ്പിൾ, ഇക്വേഷൻസ് P = m എന്നുള്ള ഇക്വേഷൻ പഠിച്ചു, F = m എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. ഈ ഭാഗത്ത് നിന്ന് ചലനത്തിന് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റഡ് ക്ലാസ്സസ് കിട്ടും. ഓക്കെ, അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം നന്നായി എഴുതുക, എക്സാം തകർക്കുക. നമുക്ക് മെയിൻസ് പഠിക്കണം, മെയിൻസ് ക്ലിയർ ചെയ്യണം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഡ്രീം ഗോൾ അത് അച്ചീവ് ചെയ്യണം. PSC എക്സാം ഗൈഡ് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിസിക്സിലെ ബലം എന്ന ടോപ്പിക്കാണ്. ചലനവും ബലവും നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മുടെ ചലന നിയമങ്ങളും ചലനവും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇത് സെക്കൻഡ് പാർട്ടാണ്, ബലം. എന്താണ് ബലം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു വസ്തുവിനെ പുഷ് ചെയ്തു, ആ വസ്തു മൂവ് ചെയ്തു. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഇങ്ങോട്ട് ഞാൻ പുള്ളി ചെയ്തു, വലിച്ചു, ആ വസ്തു ഇങ്ങോട്ട് മൂവ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇതിന് സ്ഥാനമാറ്റം ഉണ്ടായത്? ഞാൻ അപ്ലൈ ചെയ്ത ആ പുഷ് അല്ലെങ്കിൽ ആ ഒരു പുള്ളാണ് അല്ലേ. ഇത് ആക്ച്വലി ഇതൊരു ബലമാണ്, ഞാൻ ആ വസ്തുവിൽ പ്രയോഗിച്ചൊരു ബലമാണ് ഈ പുഷ് അല്ലെങ്കിൽ പുള്ള് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബലം അഥവാ ഫോഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതിൻ്റെ ഡെഫിനിഷനാണ് ഒരു വസ്തുവിൻ്റെ ആകൃതി, വലിപ്പം, വ്യാപ്തം, ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ ഇവയിൽ ഏതെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള ഒരു പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. എന്താണ് ബലം? ഒരു വസ്തുവിൻ്റെ ആകൃതി, വലിപ്പം, വ്യാപ്തം, ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ ഇവയിൽ ഏതെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ളൊരു പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. അതായത് നമ്മളിപ്പോൾ ഒരു വസ്തു ഇപ്പം നമ്മളൊരു ബലം അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് മാറ്റം വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ വലിയ വലിപ്പമുള്ളൊരു വസ്തുവാണ്, നമ്മളൊന്ന് പ്രസ് ചെയ്തു, അതിൻ്റെ വോളിയം മാറും അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്ന ഒരു വസ്തുവാണ്, നമ്മളൊന്ന് പ്രസ് ചെയ്താൽ ചിലപ്പോൾ ഒരു ഉരുണ്ട വസ്തു പരന്ന ഷേപ്പിലാകാം. അപ്പോൾ നമുക്ക് ഷേപ്പ് മാറ്റം വരുത്താൻ പറ്റും ഈ ബലം അപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ. അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ബലം ആ വസ്തുവിൽ പ്രയോഗിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ ഒരു ബോൾ ഇരിക്കുകയാണ്, നമ്മൾ നല്ല ഫോഴ്സിൽ ഒരു കിക്ക് കൊടുത്താൽ, ഒരു ബാറ്റ് കൊണ്ട് നമ്മൾ ആ ബോളിനെ ഒന്ന് അടിച്ചു കൊടുത്താൽ എന്ത് പറ്റും? അതിൻ്റെ ആ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് ആ വസ്തു മൂവ് ചെയ്യും. ഒന്നില്ലെങ്കിൽ മൂവ് ചെയ്യും, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ തുടങ്ങും, ഒരു പ്രവണതയെങ്കിലും കാണിക്കും ഇല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മൾ ബലം അപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ നമുക്ക് പറ്റി? അതിൻ്റെ വ്യാപ്തത്തിന് മാറ്റം വരുത്താൻ പറ്റി, ആകൃതിക്ക് മാറ്റം വരുത്താൻ പറ്റി, വലിപ്പത്തിന് മാറ്റം വരുത്താൻ പറ്റുന്നു, ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റുന്നു, നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റുന്നു. ഈ 5 കാര്യങ്ങൾ പറയുക. ഈ 5 കാര്യങ്ങൾക്ക് മാറ്റം വരുത്താനോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കാനോ സാധിക്കുന്നത് എന്തിനാണോ അതാണ് ബലം. കിട്ടിയോ ഡെഫിനിഷൻ? ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു വസ്തുവിൻ്റെ ആകൃതി, വലിപ്പം, വ്യാപ്തം, ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ ഇവയിൽ ഏതെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയോ മാറ്റം വരുത്താനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. കിട്ടിയല്ലോ. ഇനി ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ ചലന നിയമങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ന്യൂട്ടൻ്റെ ചലന നിയമം പഠിപ്പിച്ചപ്പോൾ ഞാൻ F = m എന്നുള്ള ഇക്വേഷൻ പറഞ്ഞു അല്ലേ. അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്നും ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നും നമുക്ക് ഒന്നുകൂടെ പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ ഓർത്തെടുക്കാം. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. CGS യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഡൈൻ ആണ്. SI യൂണിറ്റ് ന്യൂട്ടണും CGS യൂണിറ്റ് ഡൈനും. ഈ ന്യൂട്ടണും ഡൈനും തമ്മിൽ എന്താ കണക്ഷൻ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കി എടുക്കണം. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 10⁵ ആണ്. 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടനും ഡൈനും ബലത്തിൻ്റെ യൂണിറ്റ് ആണ്. ഡൈൻ CGS യൂണിറ്റ് ആണ്, ന്യൂട്ടൺ SI യൂണിറ്റ് ആണ്. ഒരു ന്യൂട്ടൺ = 10⁵ ഡൈൻ. സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് ബലത്തിൻ്റെ ഇക്വേഷനിലോട്ട് പോകാം. F = ma നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ അല്ലേ. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, m എന്ന് പറഞ്ഞാൽ മാസ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ബലം = മാസ് ഇൻറ്റു ത്വരണം. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡമാണ്, ആക്സിലേഷൻ എന്ന് പറഞ്ഞത് ത്വരണമാണ് അല്ലേ. അപ്പോൾ F = ma ആണ്. എന്താണ് മാസിൻ്റെ യൂണിറ്റ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലേഷൻ യൂണിറ്റ് എന്താ? ഇതൊക്കെ നിന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേഗം പറയുന്നത്. ആ ക്ലാസ് പഠിച്ചവർക്ക് പെട്ടെന്ന് എൻ്റെ കൂടെ പറയാം. എന്താ ആക്സിലേഷൻ യൂണിറ്റ്? m/s² അല്ലേ. m/s² ആണ് ആക്സിലേഷൻ യൂണിറ്റ്. അപ്പോൾ ഫോഴ്സിൻ്റെ എന്തായിരിക്കും? കിലോഗ്രാം ഇൻറ്റു m/s². സോ ഒരു ന്യൂട്ടൺ = 1 കിലോഗ്രാം m/s². കിട്ടിയല്ലോ.
അപ്പം എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പഠിച്ചു. എം എന്ന് പറഞ്ഞാൽ മാസ്, എ ആക്സിലറേഷൻ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഒരു ന്യൂട്ടൺ ബലത്തിന് ഡിഫൈൻ ചെയ്യണം. ഒരു ന്യൂട്ടൺ ബലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്നത്. എന്താണ് ഒരു ന്യൂട്ടൺ ബലം എന്ന് വെച്ചാൽ 0.1 കിലോഗ്രാം, അതായത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തു. ഈ ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായിട്ട് കയ്യിലിങ്ങനെ താങ്ങി നിർത്തണം. പക്ഷെ നമുക്കറിയാം ഗുരുത്വാകർഷണ ബലം എപ്പോഴും അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ നമ്മളൊരു ബലം അപ്ലൈ ചെയ്താലേ നമുക്കിങ്ങനെ താങ്ങി നിർത്താൻ പറ്റുള്ളൂ. അപ്പം എന്തോരാണ് 0.1 കിലോഗ്രാം, അത് നോട്ട് ചെയ്യണം. 0.1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നമുക്ക് ഈ തറനിരപ്പിന് സമാന്തരമായിട്ട് കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്നതാണ് ഒരു ന്യൂട്ടൺ ബലം. ഒരു ന്യൂട്ടൺ ബലമാണ് പ്രയോഗിക്കേണ്ടത്. ഇപ്പോൾ ഒരു ന്യൂട്ടൺ ബലം എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? 0.1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നമുക്കിങ്ങനെ നിർത്തണം, തറനിരപ്പിന് സമാന്തരമായിട്ട് കയ്യിൽ ഇങ്ങനെ താങ്ങി നിർത്തണം. പക്ഷേ അവിടെ ഗുരുത്വാകർഷണ ബലം ഉണ്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബലം ഇതിനെ അപ്ലൈ ചെയ്താലേ ഇതിങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ എത്ര ബലമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ന്യൂട്ടൺ ബലമാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബലങ്ങളാണ്. പലതരത്തിലുള്ള ബലം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് പേശീബലം അഥവാ മസ്കുലാർ ഫോഴ്സ്. പേശീബലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ബലമാണ് പേശീബലം. ഇപ്പം നമ്മൾക്കൊരു പ്രവൃത്തി ചെയ്യണം, നമുക്ക് പേശികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ, മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് മനുഷ്യരിലും ജീവികളിലും ഒക്കെ. അപ്പോൾ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബലമാണ് ഡാഷ്. എന്നിട്ട് നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും തന്നാലും നമ്മൾ ഇത്രയും ഓർത്താൽ മതി. പ്രവൃത്തി ചെയ്യാൻ ആവശ്യമുള്ള ബലം എന്ന് പറയുന്നത് പേശീബലമാണ് അഥവാ മസ്കുലർ ഫോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് കാന്തിക ബലം. ആ പേര് തന്നെ ഉണ്ടല്ലേ. എന്താണ് കാന്തിക ബലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാന്തം കണ്ടിട്ടുണ്ടാവും അല്ലേ. കാന്തത്തിനെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് വസ്തുക്കളെ. അപ്പോൾ ഒരു കാന്തം ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം എന്താണോ അതാണ് കാന്തിക ബലം. ഇപ്പോൾ കാന്തം നമ്മൾ ഇരുമ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് എന്ത് പറ്റുകയാണ്, ആ ഇരുമ്പ് കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുക. അത് ചുമ്മാ ആകർഷിക്കപ്പെടുക അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷേ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാന്തം ഒരു വസ്തുവിനെ ആകർഷിക്കാനായിട്ട് പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. അതിന് ആകർഷണ വികർഷണ ബലമുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തത് സ്ഥിതവൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. സ്ഥിതവൈദ്യുത ബലം, അതായത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പേന, ഒരു പ്ലാസ്റ്റിക് പേന നമ്മൾ കുറേ നേരം നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഉരസിന്ന് എഴുതുക. കുറേ നേരം ഉരച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഈ പേനയിൽ ചാർജ് ഉണ്ടാകും. ഈ പേനയ്ക്ക് ചാർജ് കിട്ടും. അത് കിട്ടിയോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? കുറച്ച് കടലാസ് കഷ്ണങ്ങൾ നമ്മൾ കീറിയിട്ടിട്ട് ഈ പേന അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി, ഈ കടലാസ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരാണ് ഇതിനെ അട്രാക്ട് ചെയ്തത്? ഈ പേനയല്ല, ഈ പേനയിലുള്ള ചാർജുകളാണ് അല്ലേ. ചാർജാണ് അതിനെ ആകർഷിച്ചത്. അപ്പോൾ ആ ഒരു ബലമാണ്, അതായത് ഈ മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേന ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുമ്പോൾ അവിടെ എന്ത് ബലമാണോ അപ്ലൈ ചെയ്തത് ആ ബലമാണ് ആക്ച്വലി സ്ഥിത വൈദ്യുത ബലം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വസ്തുവിൽ നിശ്ചലാവസ്ഥയിലിരുന്ന ഒരു വസ്തുവാണ്. അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ കുറേ നേരം മുടിയിൽ മൂവ് ചെയ്യിച്ചപ്പോൾ അതിന് എന്തുണ്ടായി, അതിന് ചാർജ് ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് ചെയ്യാണ്, അതിന് ഈ കടലാസിനെ ആകർഷിക്കാനുള്ള ബലം കിട്ടുന്നു. അതാണ് സ്ഥിത വൈദ്യുത ബലം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അടുത്തത് ഗുരുത്വാകർഷണ ബലം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നമുക്കറിയാം എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ ഈ സൂര്യനും ഭൂമിക്കും ഇടയ്ക്കൊരു ബലമുണ്ട്, അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഇടയ്ക്കൊരു ബലമുണ്ട്. ഈ ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഈ ബലം പക്ഷേ അതിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ബലമാണ് ആക്ച്വലി ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. അടുത്തത് യാന്ത്രിക ബലം അഥവാ മെക്കാനിക്കൽ ഫോഴ്സ്. എന്താണ്? ചലനവുമായിട്ട് ബന്ധപ്പെട്ട ബലമാണ്. മെക്കാനിക്കൽ എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഓർത്തോളൂ ചലനവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. മെക്കാനിക്സ് എന്താണ്? ചലനവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ്. അപ്പോൾ മെക്കാനിക്കൽ ഫോഴ്സ് അഥവാ യാന്ത്രിക ബലം എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട ബലമാണ്. ഇപ്പോൾ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ, യന്ത്രങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഈ ബലമാണ് അവിടെ ഉണ്ടാവുന്നത്. ഏത് ബലമാണ്? മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. അപ്പം പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബലം പേശി ബലം, ചലനവുമായിട്ട് ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലം. ഏറ്റവും കുറഞ്ഞ ബലം ഏതാണ്? ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? സ്ഥിത വൈദ്യുത ബലമാണ്. ഓക്കെ, അടുത്തത് ഹർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താ ഹർഷണ ബലം? നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ബലമാണ് ഹർഷണ ബലം അല്ലേ. അതായത് ഇപ്പോൾ ഒരു വസ്തുവിന് മുകളിലൂടെ വേറൊരു വസ്തു നീങ്ങുമ്പോൾ അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം. ഇപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഞാൻ പതുക്കെ ഒന്ന് തള്ളി ആ ടേബിൾ മൂവ് ചെയ്യുമോ? മൂവ് ചെയ്യുന്നില്ല. ഞാൻ നല്ലോണം തള്ളുമ്പോഴാണ്, അപ്പോഴും നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ തള്ളുമ്പോൾ എന്തോ ഒരു ബലം ആ വസ്തുവിന്, ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ടേബിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ബലമുണ്ട് അല്ലേ. അതാണ് ഹർഷണ ബലം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം
നമ്മൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ എന്തിനാണ് വണ്ടികളിലൊക്കെ ഈ ചക്രം വെക്കുന്നത്? ഈ ഹർഷണബലം ഉള്ളത് കൊണ്ടാണ്, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടികളിലേക്ക് ചക്രമൊക്കെ വെക്കുന്നത്. അപ്പം ഹർഷണബലം ഉരുളൽ ഹർഷണമുണ്ട്, നിരങ്ങൽ ഹർഷണമുണ്ട്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നമ്മൾ ഒരു വസ്തു നീക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ഉരുട്ടി നീക്കും, ചില സാധനങ്ങൾ നമ്മൾ എളുപ്പത്തിൽ ഉരുട്ടി നീക്കാറുണ്ട്. ഈ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ഉരുളൽ ഹർഷണമാണ്, നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നത് എന്താണ്? നിരങ്ങൽ ഹർഷണമാണ്. അപ്പം 2 രീതിയിലുണ്ട് ബലം, അതായത് നമ്മൾ ഈ ഹർഷണബലം 2 രീതിയിലുണ്ട്. അപ്പം നമുക്ക് ഹർഷണബലം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു, എന്താണ്? ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ അനുഭവപ്പെടുന്ന ബലമാണല്ലോ ഹർഷണബലം. അപ്പം നമുക്കൊരു വസ്തുവിന് വേറൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നീങ്ങി പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹർഷണബലത്തിനേക്കാൾ കൂടുന്ന ഒരു ബലം അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഉരുട്ടി നീക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നിരക്കി നീക്കുന്നതിനേക്കാളും ഉരുട്ടി നീക്കുമ്പോൾ വളരെ വേഗത്തിൽ പോകുന്നത്. എന്താ കാര്യം എന്നറിയോ? ഉരുളൽ ഹർഷണം നിരങ്ങൽ ഹർഷണത്തെക്കാളും കുറവാണ്. അപ്പം നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഉരുട്ടി നീക്കുമ്പോഴായിരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഈ ഹർഷണബലം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നേഹകങ്ങൾ. നമ്മൾ ഈ വെള്ളമൊക്കെ കോരുമ്പോൾ കപ്പിയിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കും അല്ലേ? ഭയങ്കര ഫ്രിക്ഷൻ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രീസൊക്കെ പുരട്ടി കൊടുക്കും ആ ഹർഷണം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ് ഈ സ്നേഹത്തിന്. അതുപോലെ ഖരരൂപത്തിലുള്ള ഒരു സ്നേഹത്തിന് എക്സാമ്പിളാണ് ഗ്രാഫൈറ്റ് ഖരരൂപത്തിലുള്ള ഒരു സ്നേഹത്തിന് എക്സാമ്പിളാണ്. ഇനി ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു സ്നേഹങ്ങൾ അല്ലേ, നമ്മൾ ഹർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് സ്നേഹങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ഹർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ രൂപത്തിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. ഇപ്പോൾ വിമാനത്തിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ ബോട്ടിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ചില വസ്തുക്കളുടെ ഷേപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഹർഷണം കുറയ്ക്കാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് ധാരാരഹിതമാക്കൽ. അപ്പം ധാരാരഹിതമാക്കൽ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഹർഷണം കുറയ്ക്കുന്നതിനെയാണ് ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. ഇപ്പം ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെയൊക്കെ അടിഭാഗത്ത് ബെയറിങ്ങുകളൊക്കെ ഘടിപ്പിക്കും. അതീ പറഞ്ഞ ഹർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചില പ്രതലങ്ങളൊക്കെ മൂവ് ചെയ്യുന്ന വസ്തുക്കളുടെ പ്രതലങ്ങളൊക്കെ മിനുസപ്പെടുത്തും. അതെന്തിനാ? ഹർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇലാസ്തിക ബലം. എന്താണ് ഇലാസ്തിക ബലം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചു പിടിക്കുവാണെങ്കിൽ, നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ആ ബലത്തിനെതിരായിട്ട് അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ആന്തരിക ബലമാണ് ഇലാസ്തിക ബലം എന്ന് പറയുന്നത്. ഇപ്പോൾ റബ്ബർ ബാൻഡൊക്കെ നമ്മൾ വലിച്ചു പിടിക്കുമ്പോൾ നമ്മൾ എത്ര ബലമാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെതിരായിട്ട് ആ വസ്തുവിലൊരു ആന്തരിക ബലം ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ റബ്ബറിനുണ്ട് ഇലാസ്തികത, സ്റ്റീലിനുണ്ട് ഇലാസ്തികത. റബ്ബറിനേക്കാൾ കൂടുതൽ ഇലാസ്തികത സ്റ്റീലിനാണ്. അടുത്തത് ഭൂഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുന്നേ പറഞ്ഞു, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ തമ്മിലുള്ള ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ തമ്മിലൊരു ആകർഷണ ബലം ഉണ്ടെന്ന് പറഞ്ഞു. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ബലമാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു അല്ലേ? അത് ഭൂമിയുടെ ആകർഷണ ബലമാണ്. അപ്പോൾ ആ ആകർഷണ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ വാല്യൂ പഠിച്ചു വെച്ചോളണം. അതായത് ഗ്രാവിറ്റി, അതായത് നമ്മൾ ത്വരണം പഠിച്ചിട്ടില്ലേ? F=ma. ഈ A എന്ന് പറഞ്ഞാൽ എന്താ? ത്വരണം. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ദ്രവത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുകയാണെന്ന് വെച്ചോ ഒരു വസ്തു. അങ്ങനെ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കണം, ഒന്നല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ ദ്രവം മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷിപ്പ് നമ്മുടെ കടലിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അത് പ്ലവക്ഷമ ബലത്തിന് എക്സാമ്പിളാണ്. ഭൂഗുരുത്വ ത്വരണം G, ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 m/s² ആണ്. ഭൂഗുരുത്വ ത്വരണമാണ് G, 9.8 m/s². ഓക്കെ, ഇനി ന്യൂക്ലിയർ ബലം അല്ലെങ്കിൽ അണുകേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിനുള്ളിലെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു ബലമാണ്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള കണങ്ങളുണ്ടല്ലോ, ഈ ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള കണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ ഒരു ബലത്തിനാണ് എന്ത് പറയുക? അണുകേന്ദ്ര ബലം എന്ന് പറയുക. ന്യൂക്ലിയസിന് അകത്തുള്ള കണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ബലമാണ് അണുകേന്ദ്ര ബലം അഥവാ ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബലമാണ് അണുകേന്ദ്ര ബലം. ഏറ്റവും വീക്കസ്റ്റ് ഏതാണ്? ഏറ്റവും വീക്കായിട്ടുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ് ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറഞ്ഞു. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് ഏത്? നമ്മുടെ ഈ അണുകേന്ദ്ര ബലം അഥവാ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാം. ഇനി കൊഹീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ഒരു ആകർഷണ ബലത്തിനെയാണ് കൊഹീഷൻ എന്ന് പറയുക. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹീഷൻ എന്ന് പറയും.
അഡീഷൻ എന്ന് പറഞ്ഞാലോ, അഡീഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തന്മാത്രകൾക്കിടയിൽ ആകർഷണ ബലം ഉണ്ടാവുന്നതാണ് അഡീഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത തന്മാത്രകൾക്കിടയിൽ ആകർഷണ ബലം, അതായത് നമ്മളിപ്പോൾ ഈ നോട്ടൊക്കെ എണ്ണുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വെള്ളം തൊട്ടെണ്ണ കാണാം ഇല്ലേ, എന്തിനാ വെള്ളം തൊട്ടെണ്ണുമ്പോൾ അവർ നോട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഒരു അഡീഷൻ്റെ എക്സാമ്പിളാണ്. വ്യത്യസ്ത തന്മാത്രകൾക്കിടയിൽ ഒരു ആകർഷണ ബലം ഉണ്ടാകുന്നതിനാണ് നമ്മൾ അഡീഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ആവേഗബലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതായത് ഒരു വലിയ ബലം കുറച്ച് സമയത്തേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ബോൾ ആ എക്സാമ്പിളൊക്കെ പറഞ്ഞതാണ്. ചുറ്റിയും കൊണ്ട് ആണി അടിക്കുന്നു, വലിയ ഫോഴ്സ് കുറഞ്ഞ സമയത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് ആവേഗബലം എന്ന് പറയുക. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ദ്രവത്തിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിയിരിക്കുകയാണെന്ന് വെച്ചോ ഒരു വസ്തു. അങ്ങനെ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം മുകളിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കണം, ഒന്നല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇങ്ങനെ മുങ്ങിയിരിക്കുന്ന സമയത്ത് ഈ ദ്രവം മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഷിപ്പ്, കടലിൽ വെള്ളത്തിൽ ഷിപ്പ് ഇങ്ങനെ പൊങ്ങി കിടക്കില്ലേ, അത് ഇതിന് എക്സാമ്പിളാണ്. അതായത് ഈ ദ്രവത്തിൽ വസ്തു പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ ദ്രവം മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ, അതാണ് പ്ലവക്ഷമ ബലം. ഇനി മറ്റൊന്നാണ് പ്രതലബലം. പ്രതലബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദ്രാവക പടലങ്ങളുടെ ഒക്കെ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉളവാകുന്ന ഒരു ബലമാണ്. ദ്രാവക പടലങ്ങളുടെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉളവാകുന്ന ബലമാണ് പ്രതലബലം എന്ന് പറയുന്നത്. ഈ കൊഹിഷനാണ് പ്രതലബലത്തിന് കാരണം. കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം നോർത്തോളണം, അഡീഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തന്മാത്രകൾ നോർത്തോളണം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. അപ്പോൾ ഈ കൊഹിഷൻ കാരണം ഈ ദ്രാവക പടലങ്ങൾ അവയുടെ ഏരിയ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉളവാകുന്ന ബലമാണ് പ്രതലബലം. ഈ പ്രതലബലം കാരണമാണ് മഴത്തുള്ളിയൊക്കെ ഇങ്ങനെ ഗോളാകൃതിയിലിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതലബലമാണ്. എന്താണ് പ്രതലബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവക പടലങ്ങൾക്കിടയിൽ ഈ ദ്രാവക പടലങ്ങളുടെ വിസ്തീർണം, അവയുടെ ഏരിയ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉളവാകുന്ന ബലമാണ് എന്ത്? പ്രതലബലം. എക്സാമ്പിൾ മഴത്തുള്ളിയുടെ ഗോളാകൃതി. ഈ പ്രതലബലത്തിന് കാരണം കൊഹീഷനാണ്. കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡീഷൻ. കേശിക ഉയർച്ച അല്ലെങ്കിൽ ക്യാപിലറി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ജലത്തിൻ്റെ ഭാരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നതിനാണ് ക്യാപിലറി ഫോഴ്സ് അഥവാ കേശിക ഉയർച്ച എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജലം മുകളിലേക്ക് ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് ക്യാപിലറി ഫോഴ്സ്. ഈ കേശിക ഉയർച്ച എപ്പോഴാണ് ഉണ്ടാവുന്നത്? അഡീഷൻ കൊഹീഷനേക്കാളും കൂടുമ്പോൾ. അതായത് വ്യത്യസ്ത തന്മാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലമാണ് അഡീഷൻ. അത് ഒരേ ഇനം തന്മാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന ആകർഷണ ബലമായ കൊഹീഷനേക്കാളും കൂടുമ്പോൾ എന്തുണ്ടാകും? കേശിക ഉയർച്ച സംഭവിക്കും. തിരിച്ച് അഡീഷൻ കൊഹീഷനേക്കാളും കുറയുമ്പോൾ എന്ത് പറ്റും? കേശിക താഴ്ച സംഭവിക്കും. അപ്പോൾ അഡീഷൻ കൊഹീഷനേക്കാളും കൂടുമ്പോൾ എന്തുണ്ടാവുന്നത്? അഡീഷൻ കൂടുമ്പം കേശിക ഉയർച്ച കൂടും, തിരിച്ച് കേശിക താഴ്ചയാണ് സംഭവിക്കുന്നത്. ഇനി വിസ്കസ് ബലമുണ്ട്. വിസ്കസ് ബലം എന്താണ്? വിസ്കസ് ബലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അവയ്ക്ക് സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഹർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങളുണ്ട്. ഈ ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തിന് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഇവയ്ക്ക് സമാന്തരമായിട്ട് ഒരു ബലം ഉണ്ട്, ഒരു ഹർഷണ ബലം വരുന്നുണ്ട്. അതാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? വിസ്കസ് ബലത്തിന്റെ ഡെഫിനിഷനൊക്കെ ഇങ്ങനെ ചോദിക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഹർഷണ ബലമാണ് എന്ത്? വിസ്കസ് ബലം എന്ന് പറയുന്നത്. വിസ്കസ് ബലത്തിന് ശ്യാനബലം എന്നൂടെ പറയൂട്ടോ. ശ്യാനബലം എന്ന് പറഞ്ഞാലും വിസ്കസ് ബലം തന്നെയാണ്. അപ്പോൾ ഈ ദ്രാവക പടലങ്ങൾക്കിടയിൽ ഇവയുടെ ഈ ആപേക്ഷിക ചലനത്തെ കുറയ്ക്കത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒരു ബലം ഉളവാക്കാനുള്ള, ഇങ്ങനെ ഒരു സമാന്തരമായിട്ടൊരു ഹർഷണബലം ഉളവാക്കാനുള്ള ആ ഒരു ദ്രാവകത്തിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് വിസ്കോസിറ്റി. മനസ്സിലായില്ലേ? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പാരലലി ഒരു ഹർഷണബലം ഉണ്ടാകുന്നുണ്ട്. അതാണ് വിസ്കസ് ബലം. ഈ ഒരു ഹർഷണബലത്തെ ഉണ്ടാക്കാനുള്ള ആ ഒരു ദ്രാവകങ്ങളുടെ കഴിവിനെയാണ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കുന്നു. വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങളെ മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. വിസ്കോസിറ്റി കുറവാണെങ്കിൽ വളരെ വേഗത്തിൽ ഒഴുകും. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ. താപനില കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുവാണോ കുറയുമായിരിക്കുമോ? ചൂട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ തേൻ ഒഴുകുന്ന പോലെയാണോ വെള്ളം ഒഴുകുന്നത്? വ്യത്യാസം
വ്യത്യാസമില്ലേ, അത് വിസ്കോസിറ്റി അനുസരിച്ചിട്ടാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ബലം വരുന്നതാണ് അല്ലേ. അപ്പോൾ ആ വിസ്കോസിറ്റി നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഈ വിസ്കോസിറ്റി കുറയും. ചൂടാക്കുമ്പോൾ എന്ത് പറ്റും, വിസ്കോസിറ്റി കുറഞ്ഞ് ആ ഒരു ആപേക്ഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന ആ ബലം അവിടെ കുറയും ചൂടാക്കുമ്പോൾ. അപ്പോൾ ഓർത്തോളം, ചൂടാക്കുമ്പോൾ വിസ്കോസിറ്റി കൂടുവാണോ കുറയുവാണോ? ചൂടാക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുമായിരിക്കും. ഓക്കെ, ഒരാൾക്ക് ഷോക്ക് ഏറ്റാൽ നമ്മൾ അയാൾ തടവുകയും തിരുമുകയൊക്കെ ചെയ്യുന്ന എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഈ ബ്ലഡ് ഒരു ദ്രാവകമല്ലേ, ബ്ലഡിന് വേണ്ടി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വിസ്കോസിറ്റി ഉണ്ട്. അപ്പോൾ ആ വിസ്കോസിറ്റി കുറച്ചും കൂടി സ്മൂത്തായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യണം. അതിനാണ് ഇങ്ങനെ തടവുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളൂ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി എന്തായിരിക്കും, വിസ്കോസിറ്റി കുറയും അവിടെ. ഓക്കെ, ക്ലിയർ ആയോ? ബലം എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബലങ്ങൾ പഠിച്ചു. എല്ലാത്തിനും എക്സാമ്പിളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഏത് ചോദിച്ചാലും, ഇപ്പോൾ ന്യൂക്ലിയസിലെ കണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബലം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയണം. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്, ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് ഗുരുത്വാകർഷണ ബലമാണ്. അതുപോലെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഇനാണെങ്കിൽ കൊഹിഷനാണ്, വ്യത്യസ്ത ഇനാണെങ്കിൽ അഡീഷനാണ്. ദ്രവത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ദ്രവം മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നൊരു ഫോഴ്സാണ് നമ്മുടെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കി മുന്നേ നമ്മൾ പഠിച്ച ഓരോരോ ബലങ്ങളും, ഇപ്പോൾ ഹർഷണം എന്താണ്, ഉരുളഹർഷണമാണോ നിരങ്ങൾ ഹർഷണമാണോ കൂടുതൽ കുറവ്, ഇങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം, 9.8 m/s². ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ്, SI യൂണിറ്റ് ഏതാണ്, ന്യൂട്ടൺ എന്താണ് ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കരുത്, ഇതെല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിനേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവൻ കേൾക്കുക, അത്യാവശ്യം പോയിന്റ്സ് നോട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇതിലേതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോട്ട് ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും എന്ന് പറഞ്ഞ് ഫിസിക്സിലെ ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിലെടുത്ത് പറയുന്ന ടോപ്പിക്കാണ് ഫിസിക്സിൽ അളവുകളും അടിസ്ഥാന യൂണിറ്റുകളും. അപ്പം SCERT 8ാം ക്ലാസ്സിലുള്ള 5ാമത്തെ ചാപ്റ്ററാണ് അളവുകളും യൂണിറ്റുകളും. അപ്പോൾ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൂടുതലും ചോദിച്ചു വരുന്നത്. അപ്പോൾ എന്താണ് അളവുകൾ? നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പം നീളം പറയുന്നത് നമ്മൾ മീറ്ററിൽ, കിലോമീറ്ററിലൊക്കെ നമ്മൾ ദൂരം പറയും. സമയമാണെങ്കിൽ നമ്മൾ പറയും ഇത്ര സെക്കൻഡ് എന്ന് പറയും. ഇതൊക്കെ തന്നെയാണ് ഈ അളവുകൾ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് SCERT ബേസ്ഡ് ഫാക്ട്സ് ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? എല്ലാവർക്കും അറിയായിരിക്കും. നീളം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണല്ലേ. നമ്മൾ പറയും ഇത്ര മീറ്ററാണ് നീളം. പിന്നെ നമ്മൾ മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്റർ ആക്കാൻ അറിയാം. എത്രയോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒരു മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, ഇനി ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തിനെ പറയുന്നതാണ് ലീസ്റ്റ് കൗണ്ട്. ഒരു മീറ്റർ സ്കെയിൽ നമ്മുടെ കയ്യിൽ തന്നാൽ ആ ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് എത്രയാണോ അതിന് നമ്മൾ പറയുന്നത് ലീസ്റ്റ് കൗണ്ട് എന്നാണ്. ഏറ്റവും ചെറിയ നീളം, ഏറ്റവും കുറഞ്ഞ നീളം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, ആ ഒരു സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രാൻസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഒരു ഇൻ്റർനാഷണൽ ഒരു ബ്യൂറോ ഉണ്ട്, ഈ അളവുകളും തൂക്കങ്ങളും ഒക്കെ പറയുന്ന അളവ് തൂക്ക ബ്യൂറോ ഉണ്ട്. ആ അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഫ്രാൻസ് കേട്ടോ. പുതിയ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് 1/29,97,92,458 ഇത്രയും സെക്കൻഡ് കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നു അതിനെയാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. പുതിയൊരു ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഒരു മീറ്ററിനെ മെഷർ ചെയ്യണത് ഇങ്ങനെയാണെന്ന്. 1/29,97,29 crore 29,97,92,458 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ഒരു പ്രകാശം സഞ്ചരിക്കുമോ അതാണ് ഒരു മീറ്റർ എന്ന്. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തിന് എന്താ പറയുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരമാണ് അസ്ട്രോണമിക്കൽ മീറ്റർ എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ഒരു ശരാശരി ദൂരം അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നറിയോ?
15 കോടി കിലോമീറ്റർ ആണ് ഏകദേശം വരുന്നത്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഓക്കെ, 15 കോടി കിലോമീറ്റർ. ഇനി പ്രകാശവർഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രകാശവർഷം എന്താണ്? പ്രകാശവർഷം ഒരു വർഷം കൊണ്ടിട്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നോ അതിനെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിൽ എത്രയാണ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓരോന്നും ഓരോ ചോദ്യവും ഉത്തരവുമാണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് ഓരോരോ ഇതെല്ലാം ഫാക്ട്സ് ആണെന്ന് അങ്ങനെ തന്നെ പഠിക്കണം. നീളം അളക്കാനുള്ള യൂണിറ്റ് ഏത്? മീറ്റർ. പിന്നെ ഒരു മീറ്റർ സ്കെയിലിൽ നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കൗണ്ടാണ് എന്ത് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ നീളം. ഈ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയുടെ ആസ്ഥാനം ഫ്രാൻസിലാണ്. പിന്നെ ഇത് വാല്യൂ ഒന്നും പഠിക്കണ്ട. സൂര്യനിൽ നിന്ന് ഭൂമിയിലുള്ള ശരാശരി ദൂരമാണ് ഡാഷ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിയണം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ശരാശരി ഏകദേശം എത്ര വരും? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 15 കോടി കിലോമീറ്റർ ആണ്. ഇനി ഒരു പ്രകാശവർഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ്. ശൂന്യതയിലെ പ്രകാശത്തിൻ്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 ലക്ഷം. ഇനി പാർസെക് എന്ന് കേട്ടിട്ടുണ്ടോ? 1 പാർസെക്. പാർസെക്കിനെ പാരലാറ്റിക് സെക്കൻഡ് എന്ന് വിളിക്കും. പാരലാറ്റിക് സെക്കൻഡ് ആണ് പാർസെക് എന്ന് പറയുന്നത്. പാരലാറ്റിക് സെക്കൻഡ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിലാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ 3.26 പ്രകാശവർഷം കൂടുമ്പോൾ എന്ത് പറയും? ഒരു പാർസെക് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇത്രയും ഭാഗത്തിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നീളം അളക്കുന്ന യൂണിറ്റ് മീറ്റർ, അന്താരാഷ്ട്ര അളവുതൂക്ക ബ്യൂറോയുടെ ആസ്ഥാനം എവിടെ ചോദിച്ചാൽ ഫ്രാൻസ്, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ആ ഒരു ഡിസ്റ്റൻസിനാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 15 കോടി കിലോമീറ്റർ ആണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രകാശം അതിങ്ങനെയൊക്കെ ചോദിക്കുക. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഡാഷ്, ഒരു പ്രകാശവർഷമാണ്. അങ്ങനത്തെ 3.26 പ്രകാശവർഷം ചേരുമ്പോഴാണ് ഒരു പാർസെക്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് മാസ് എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ മാസ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാർക്കർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാസ് എന്താണ്? അല്ലെങ്കിൽ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കിൻ്റെ മാസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രവ്യത്തിൻ്റെ അളവാണ്. അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനാണ് എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്, ഒരു വസ്തുവിൽ എത്രമാത്രം ദ്രവ്യമുണ്ട്, കണ്ടന്റ് ഉണ്ട്, അതാണ് അതിൻ്റെ റിയൽ മാസ് എന്ന് പറഞ്ഞാൽ. അല്ലേ, കുറേ ദ്രവ്യം ഉണ്ടെങ്കിൽ മാസ് കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ്? നമ്മളൊരു വസ്തുവിൻ്റെ മാസിന് ഏത് യൂണിറ്റിലാണ് പറഞ്ഞത്? ഇവന് ഇത്ര മീറ്റർ മാസ് ഉണ്ടെന്നാണോ നമ്മൾ പറയുക? മാസ് നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ്? വെയിറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ്? കിലോഗ്രാമിലാണ്. അപ്പം മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം. ഇനി നാഷണൽ ഫിസിക്കൽ ലാബിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ന്യൂഡൽഹി. ഓക്കെ, അടുത്തത് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിവസം എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നത് ഒരു ദിവസം ഉച്ച തൊട്ട് തൊട്ടടുത്ത ദിവസം ഉച്ച വരെയാണ്. അപ്പോൾ അതൊക്കെ SCERT പറയുന്ന ഫാക്ട്സ് ആണ്, നമ്മളതൊക്കെ അറിഞ്ഞു വെക്കുക. ഒരു ദിവസം ഉച്ച മുതൽ വേറൊരു ദിവസം ഉച്ച വരെയാണ് എന്ത്? നട്ടുച്ച കേട്ടോ. ഒരു ദിവസം നട്ടുച്ച മുതൽ അടുത്ത ദിവസം നട്ടുച്ച വരെയുള്ള സമയത്തിന് വിളിക്കുന്നതാണ് ഒരു സോളാർ ദിനം. മനസ്സിലായില്ലേ? ഒരു ദിനം അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറയാം. ഇനി സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. നമുക്കറിയാലോ സമയത്തിൻ്റെ സെക്കൻഡാണ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/86,400 പാർട്ട് ഓഫ് 1 സോളാർ ഡേ ആണ്. ഒരു സോളാർ ഡേയുടെ, അതായത് ഒരു ദിവസം ഉച്ച തൊട്ട് പിറ്റേ ദിവസം ഉച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിവസം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സോളാർ ദിവസത്തിൻ്റെ 1/86,400 എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു സെക്കൻഡ് എന്ന് പറയുക. ഒരു സോളാർ ഡേയുടെ 1/86,400 ആണ് ഒരു സെക്കൻഡ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. പരസ്പരം ഒരു ബന്ധവും ഇല്ല, പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുകയാണ്. മറ്റളവുകളൊന്നും ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാനും പറ്റത്തില്ല. വേറൊരു അളവ് ഉപയോഗിച്ചൊന്നും പ്രസ്താവിക്കാനും പറ്റില്ല. പരസ്പരം ബന്ധവുമില്ലാത്തതായ കേവല അളവുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അടിസ്ഥാന യൂണിറ്റുകൾ. ഇപ്പോൾ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡാണ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏറ്റവും ബേസിക് ആണ്.
മനസ്സിലായില്ലേ? പരസ്പര ബന്ധമില്ലാത്തതും മറ്റൊരു അളവ് കൊണ്ടൊന്നും നമുക്ക് അതിനെ പറയാൻ പറ്റാത്തതും മറ്റു അളവുകൾ ഉപയോഗിച്ചൊന്നും പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇപ്പം നീളം മീറ്റർ അല്ലെങ്കിൽ സമയം സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് എടുക്കുന്നതാണ്, ഓരോന്നിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. അത് എന്താ പറയുക, പരസ്പരം ബന്ധമില്ലാത്തതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല വിലകളെയാണ് മീറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ പറയും സമയത്തിൻ്റെ SI യൂണിറ്റ്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ SI യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞതാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെയാണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞത്. SI യൂണിറ്റിലാണ് നമ്മൾ പലതിൻ്റെയും അളവ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്തതും അതേപോലെ വേറെ എല്ലാ അളവുകളൊന്നും ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളെയാണ് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാവുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ മറ്റു യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് വ്യുൽപ്പന്ന യൂണിറ്റ്. അതായത് ഈ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞു മറ്റൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, വേറെ അളവൊന്നും ഉപയോഗിച്ച് അവരെ പറയാൻ പറ്റില്ല, അവർ ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, അതായത് മറ്റ് യൂണിറ്റുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ പറയുന്നത്. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാവുന്നതോ അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനത്തെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇവിടെ തൊട്ടുള്ള കാര്യങ്ങൾ മാസ് തൊട്ട് നമ്മൾ പറഞ്ഞത്. അപ്പം ഒന്നുകൂടെ പറയാം ഞാൻ, മാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് എന്ന് പറഞ്ഞത്. ഏതാ അതിൻ്റെ യൂണിറ്റ്? കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? സമയത്തിൻ്റെ സെക്കൻഡാണ് സമയത്തിൻ്റെ യൂണിറ്റ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സോളാർ ഡേയുടെ 1/84,600 ആണ്. ഒരു സോളാർ ഡേ എന്ന് വെച്ചാൽ എന്താ, ഒരു ദിവസം നട്ടുച്ച മുതൽ പിറ്റേ ദിവസം നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ഡേ എന്ന് പറയുന്നത്. നാഷണൽ ഫിസിക്കൽ ലാബിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിൽ. മാസ് അളക്കുന്നത് കിലോഗ്രാമിൽ. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത് പറഞ്ഞത്? സെക്കൻഡ് എന്ന് പറഞ്ഞത്. ഈ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ അടിസ്ഥാന യൂണിറ്റ്? മറ്റളവുകളായിട്ടൊന്നും പരസ്പരം യാതൊരു ബന്ധവും ഇല്ല, മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാനും പറ്റാത്ത കേവല അളവുകളെയാണ് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതൊക്കെ പറയുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്, SI യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഇനി മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റുന്ന, അതായത് ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റുന്നതും അതുപോലെ മറ്റ് അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതുമായ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി വ്യാപ്തം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ വ്യാപ്തം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? വ്യാപ്തം. ഇതൊക്കെ ഒരു ഡെഫിനിഷനാണ്. ആദ്യം നമ്മൾ പറഞ്ഞു മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെ മാസ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് എത്രമാത്രം സ്ഥലം വേണമെന്ന് നോക്കിയിട്ടാണ്, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനാണ് അതിന് വ്യാപ്തം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബലൂൺ, ഒരു ചെറിയ ബലൂണിൽ നിറയെ വായു ഉണ്ട്, ഒരു വലിയ ബലൂണിലും നിറയെ വായു നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂണിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രയും വായുവിന് ഇരിക്കാനായിട്ട് എത്ര സ്ഥലം അത് എടുത്തിട്ടുണ്ടോ അത് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാനായിട്ട് എത്ര സ്ഥലം ആവശ്യമുണ്ടോ അതാണ് അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത്. ചെറിയ ബക്കറ്റിൽ വെള്ളം വെച്ചേക്കണു, വലിയ ബക്കറ്റിൽ വെള്ളം വെച്ചേക്കണു. അപ്പോൾ കൂടുതൽ വലിപ്പമുള്ള ബക്കറ്റിലായിരിക്കും കൂടുതൽ വോളിയം ഓഫ് വാട്ടർ. കാരണം എന്താ, എത്രമാത്രം സ്ഥലം, ആ സ്ഥലം ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ അത്രയും സ്ഥലം, എത്രമാത്രം സ്ഥലത്താണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞതിൻ്റെ വോളിയം എന്ന് പറയാം, അല്ലേ? 500 ലിറ്റർ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവും അല്ലെങ്കിൽ 1000 ലിറ്റർ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസമുണ്ട്. അവിടെ എന്താ നോക്കുന്നത്? ആ ടാങ്കിൽ എത്രമാത്രം വെള്ളം കൊള്ളുന്നു. അപ്പോൾ ആ വെള്ളത്തിന് സ്ഥിതി ചെയ്യാനായിട്ട് ആവശ്യമായ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, ചെറിയ ടാങ്കാകുമ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ, വലിയ ടാങ്കാകുമ്പോൾ കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? ഇതിൽ കൂടുതൽ വോളിയം വാട്ടർ കൊള്ളും എന്ന് പറയും. അപ്പം എന്താണ് വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. എന്താണ്? മീറ്റർ ക്യൂബ്. ഇനി സാന്ദ്രത. എന്താ സാന്ദ്രത എന്നറിയോ? സാന്ദ്രത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. യൂണിറ്റ് വ്യാപ്തം. അതായത് ഇപ്പോൾ ഒരു പദാർത്ഥം, ഇപ്പോൾ ഇതൊരു പാത്രമാണ്, ഇവിടെ നിറയെ വെള്ളമുണ്ട്. ഓക്കെ, ഒരു പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്. അപ്പം നമ്മൾ പറയുകയാണ് ഇതിന് ഇത്ര ലിറ്റർ വെള്ളമുണ്ട്, ഇതിൻ്റെ വോളിയം പറയുകയാണ്. അപ്പം ഇതിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞു, ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വ്യാപ്തം എടുക്കും. അതായത് ഇപ്പോൾ 1 മീറ്റർ ക്യൂബ് വ്യാപ്തം എടുക്കും. ഈ 1 മീറ്റർ ക്യൂബ് വ്യാപ്തത്തിൽ എത്രമാത്രം വെള്ളം കൊള്ളും? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ അളവ്, ഈ ഒരൊറ്റ യൂണിറ്റ്
ഈ ഒരു യൂണിറ്റ്, അടിസ്ഥാനമായിട്ടൊരു യൂണിറ്റ് എടുത്തിട്ട് ആ യൂണിറ്റ് വ്യാപ്തത്തിൽ എത്രമാത്രം പദാർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, അതായിരിക്കും എന്ത്, ഇതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് വ്യാപ്തം എടുത്താൽ ഇങ്ങനെ കുറേ യൂണിറ്റ്സ് ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ എത്രമാത്രം പദാർത്ഥം എടുത്ത് ഉൾക്കൊള്ളുന്നുണ്ട്, അങ്ങനെ നോക്കിയിട്ടാണ് സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിൻ്റെ അളവിനെ സാന്ദ്രത എന്ന് വിളിക്കുന്നു. ഓക്കെ, സാന്ദ്രതയുടെ യൂണിറ്റ് എന്തായിരിക്കും? സാന്ദ്രതയുടെ യൂണിറ്റ് എന്താണ്? സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞ്, യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ്. അതായത് ഇപ്പം ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ എത്ര കിലോഗ്രാം പദാർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ, അവിടെ അതിൻ്റെ മാസ്സാണ്, ഇത്രയും മാസ് പെർ വോളിയം. ഇത്രയും വ്യാപ്തത്തിലുള്ള, ഇത്രയും യൂണിറ്റ് വ്യാപ്തത്തിൽ ഇത്ര മാസ് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം മാസ് ബൈ വോളിയാണ് എന്ത്, ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത്. മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്, വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ് അല്ലേ. അപ്പോൾ സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബാണ്, കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പം നമ്മൾ ഒരു പാത്രം എടുത്തു, അതിനകത്തേക്ക് കുറച്ച് ജലം ഒഴിക്കുന്നുണ്ട്, കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കുമെന്ന് വെച്ചോ. ഈ ഉപ്പുവെള്ളം പോയിട്ട് ഉപ്പ് ലായനി ഉണ്ടല്ലോ, ഉപ്പ് കലക്കിയ ഉപ്പുവെള്ളം മിക്സ് ചെയ്തേക്കണം, രണ്ടും കൂടെ ഒഴിച്ചു കഴിഞ്ഞാലും ഈ ഉപ്പുവെള്ളം പോയിട്ട് താഴെ പോയി കിടക്കും, മറ്റേ വെള്ളം മുകളിലും കിടക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? രണ്ടും ഞാൻ 1 ലിറ്റർ ഒഴിച്ചേക്കണേ, 1 ലിറ്റർ ഉപ്പുവെള്ളം 1 ലിറ്റർ സാധാരണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഉപ്പുവെള്ളം പോയിട്ട് താഴെ പോയി കിടക്കും. എന്താ കാര്യം? ഈ രണ്ടും ഒരേ വ്യാപ്തം, ഒരേ വോളിയം തന്നെയാണെങ്കിലും ഈ രണ്ടിൻ്റെയും ഡെൻസിറ്റിക്ക് വ്യത്യാസമല്ലേ, സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ട്. ഇത്രയും ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉപ്പുവെള്ളം തന്നെയായിരിക്കുമോ അതേ യൂണിറ്റ് വ്യാപ്തത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ശുദ്ധജലത്തിന്? അല്ല, ഇവിടെ ഉപ്പും കൂടെ കലർന്നിട്ടുണ്ട്, സാന്ദ്രതയ്ക്ക് വ്യത്യാസമില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേളിലും താഴെയായിട്ട് കിടക്കണേ. അതായത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരേ വ്യാപ്തത്തിലുള്ള മാസിലുള്ള വസ്തുക്കൾ, ആ വസ്തുക്കൾ ഇങ്ങനെ മുകളിൽ താഴെ കിടക്കാൻ കാരണം അവരുടെ സാന്ദ്രതയിലുള്ള വ്യത്യാസം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഉപ്പുവെള്ളത്തിനെ പറ്റി പറയുമ്പോൾ 1-2 കാര്യം SCERT പറയുന്നുണ്ട്. അതായത് ഈ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത്, ഉപ്പുവെള്ളത്തിൽ ചാവ് കടൽ എന്നൊരു കടൽ കേട്ടിട്ടുണ്ടോ, ഡെഡ് സീ. ഈ ഡെഡ് സീയിൽ ഉപ്പിൻ്റെ അളവ്, അതിനകത്ത് കുറേ ഉപ്പാണ്, അതിൽ ഉപ്പ് എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 340 ഗ്രാം പെർ ലിറ്റർ ആണ്. 340 ഗ്രാം പെർ ലിറ്റർ ആണ് എവിടെ, ചാവുകടലിൽ ഉള്ള ഉപ്പിൻ്റെ അളവെന്ന് SCERT പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചാവുകടൽ എവിടെയെന്നറിയോ, പാലസ്തീൻ്റെയും ജോർദാൻ്റെയും ഇടയ്ക്കായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഈ ചാവുകടലിൻ്റെ അകത്ത് എത്രമാത്രം ഉപ്പുണ്ടെന്ന് ചോദിച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 340 ഗ്രാം ഉപ്പാണ് 1 ലിറ്റർ വെള്ളത്തിലുള്ളത്. അപ്പോൾ കടലിൽ എത്രമാത്രം ലിറ്റർ വെള്ളമുണ്ട്, എത്രമാത്രം ഉപ്പുണ്ടായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ. 1 ലിറ്റർ വെള്ളത്തിൽ 340 ഗ്രാം ഉപ്പാണ് ചാവുകടലിലുള്ളതെന്ന്. ഇനി 35 ഗ്രാം പെർ ലിറ്റർ ഉപ്പാണ് കടൽ വെള്ളത്തിലുള്ളത്. അപ്പോൾ സാധാരണ കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 35 ഗ്രാം പെർ ലിറ്റർ ആണ്. ഇത് ചാവുകടലായതുകൊണ്ടാണ് 340 ഗ്രാം പെർ ലിറ്റർ ആയത്, അത് നോട്ട് ചെയ്യണേ. അപ്പോൾ അത്രയാണ് ആ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, വ്യാപ്തം അഥവാ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ആ ഒരു സ്ഥലം അല്ലെ, എത്രമാത്രം സ്പേസിലാണ് ഒരു വസ്തു ഇരിക്കുന്നത്, സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്, വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എന്താണ്, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഇനി മാസ് ബൈ വോളിയാണ് സാന്ദ്രത. അതായത് ഒരു യൂണിറ്റ് സ്പേസിൽ അല്ലെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ എത്രമാത്രം മാസ് പദാർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് സാന്ദ്രത പറയുന്നത്. മാസ് പെർ വോളിയം അഥവാ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രതയുടെ യൂണിറ്റ്. സാന്ദ്രത നമ്മൾക്ക് ഇപ്പോൾ ഒരേ വ്യാപ്തമുള്ള വസ്തുക്കൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാന്ദ്രത അനുസരിച്ചിട്ട് ആ വസ്തുക്കൾ ഒരേപോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു ശുദ്ധജലവും ഉപ്പുവെള്ളവും കൂടെ കലർത്തി ഒരു പാത്രത്തിൽ ഒഴിച്ചാലും ശുദ്ധജലം പൊങ്ങിക്കിടക്കും, ഉപ്പുവെള്ളം താഴെ പോയി കിടക്കും എന്ന് പറയാൻ കാരണം എന്താ, വോളിയം ഒക്കെ സെയിം ആണെങ്കിലും അവിടെ സാന്ദ്രതയിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് സെയിം വോളിയമുള്ള വസ്തുക്കളാണെങ്കിലും മാസിൽ വ്യത്യാസം വരും. കാരണം മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സാന്ദ്രതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം സെയിം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേ വോളിയത്തിലുള്ള ഒരേ വോളിയത്തിൽ രണ്ട് ഡിഫറെൻറ്റ് വസ്തുക്കൾ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ വസ്തുക്കളുടെ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. പിന്നെ ഉപ്പുവെള്ളം കടലിൽ നോർമലി 35 ഗ്രാം പെർ ലിറ്റർ ആണ് ഉപ്പുള്ളത് എങ്കിൽ ചാവുകടലിൽ 340 ഗ്രാം പെർ ലിറ്റർ ആണെന്ന് പറയും. അടുത്തത് വോൾട്ട് എന്തിൻ്റെ യൂണിറ്റാണ്, വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മൾ വോൾട്ടേജ് പറയില്ലേ, രണ്ട് എൻഡിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ തമ്മിലൊരു ഡിഫറൻസ്, ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് എന്ത് പറയണത്, നമ്മൾ വോൾട്ട് എന്ന് പറയുന്നത്. വോൾട്ട് ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. ഇനി മർദ്ദം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മർദ്ദം പ്രഷർ, മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. എന്താണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ്, പാസ്കൽ. പാസ്കലൊക്കെ ചോദിക്കാറുണ്ട്, മർദ്ദത്തിൻ്റെ യൂണിറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്. പാസ്കൽ എന്ന് പറയുമ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റാന്ന് ഓർക്കണം കേട്ടോ. പാസ്കൽ പാസ്റ്റർമാരെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. പാസ്റ്റർമാരൊക്കെ കുറച്ച് പ്രഷറൊക്കെ ചെലുത്തില്ലേ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടൊക്കെ.
അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യുക. പാസ്കൽ എന്ന് പറയുമ്പോൾ പ്രഷർ ഓർക്കുക, മർദ്ദം എന്ന് കിട്ടുമല്ലോ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, അത് നമുക്കറിയാമല്ലോ. ഐസക് ന്യൂട്ടനാണ് ബലത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ടേബിളും കൂടിയാണ് പഠിക്കേണ്ടത്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നന്നായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞാലും ഓക്കെ അല്ലേ? നമ്മൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ഒരു മീറ്റർ സ്കെയിലിൽ അളക്കാവുന്ന ഏറ്റവും ചെറിയ നീളമാണ് ലീസ്റ്റ് കൗണ്ട്. അളവുകളുടെയും തൂക്കത്തിൻ്റെയൊക്കെ ആ ബ്യൂറോ ഫ്രാൻസിലാണുള്ളത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും സെക്കൻഡാണ്. അത് കുഴപ്പമില്ല, അത് നോക്കണ്ട. സൂര്യനിൽ നിന്ന് ഭൂമിയിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞത്. ശരാശരി ദൂരം 15 കോടി കിലോമീറ്ററാണ്. 15 കോടി. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3 ലക്ഷം കിലോമീറ്റർ/സെക്കൻഡ് ആണ്. ഒരു പാസക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷമാണ്. ഇനി ഒരു പദാർത്ഥത്തിൽ എത്രമാത്രം ദ്രവ്യം അടങ്ങിയിട്ടുണ്ട്, ആ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിലാണ്. ഒരു ഉച്ച ദിവസം നട്ടുച്ച തൊട്ട് പിറ്റേ ദിവസം നട്ടുച്ച വരെ ഒരു സോളാർ ഡേ എന്ന് പറയും. അപ്പോൾ 1/86,400 പാർട്ട് ഓഫ് എ സോളാർ ഡേ ആണ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞത്. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് യൂണിറ്റുകളൊന്നും ഉപയോഗിച്ച് പ്രസ്താവിക്കാനും പറ്റത്തില്ല, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുമില്ലാത്ത കേവല അളവുകളാണ്. എന്നാൽ തിരിച്ച് അടിസ്ഥാന യൂണിറ്റുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാനും പറ്റുന്ന അളവുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI യൂണിറ്റ് എന്ന് പറയുക. പിന്നെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തം ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ എത്രമാത്രം സ്പേസ് വേണം എന്ന് നോക്കിയിട്ടാണ് വ്യാപ്തം പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. മാസ് ബൈ വോളിയാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത. അപ്പം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഒരേ വോളിയം ആണെങ്കിലും മാസ് വ്യത്യാസപ്പെടാൻ കാരണം ഡെൻസിറ്റിയിൽ വ്യത്യാസമാണ്. ചാവുകടലിൽ 340 ഗ്രാം പെർ ലിറ്റർ ഉപ്പുണ്ട്. സാധാരണ കടൽവെള്ളത്തിൽ 35 ഗ്രാം പെർ ലിറ്ററാണ് ഉപ്പുള്ളത്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. മർദ്ദത്തിൻ്റെ യൂണിറ്റാണ് പാസ്കൽ. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഓക്കെ, ഇനി ഇതും കൂടി നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ടേബിളിൽ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് മാസിൻ്റെ യൂണിറ്റിൻ്റെ പേരെന്ത്? എന്താ നമ്മൾ പറയും? കിലോഗ്രാം. അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണതിൻ്റെ സിമ്പിൾ എന്താ? kg. ഇവിടെ കിലോഗ്രാം എന്ന് തന്നെ പറയാം കേട്ടോ. അതിൻ്റെ പേര് കിലോഗ്രാം. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം. അതിൻ്റെ ലെറ്റർ kg. സമയത്തിൻ്റെ യൂണിറ്റ് എന്താ? സമയം നമ്മൾ സെക്കൻഡിലാണ് പറഞ്ഞ ലെറ്റർ ഏതാ? SEC എന്ന് എഴുതും, S എന്ന് എഴുതും. വൈദ്യുത പ്രവാഹ തീവ്രത എന്താ? അത് കറൻ്റാണ് അല്ലേ? കറൻ്റാണ്. നമ്മുടെ കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. A എന്ന ലെറ്റർ കൊണ്ടാണ് കറൻറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ A തന്നാൽ ഇത് നമുക്ക് കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ മാസ് ആണെന്ന് മനസ്സിലാവും. കിലോഗ്രാം. അതുപോലെ S തന്നാൽ സെക്കൻഡ് ആണ്, ടൈമിൻ്റെ ആണെന്ന് മനസ്സിലാവും. വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആംബിയർ എന്ന് കത്തണമെന്നല്ല. A കണ്ടു കഴിഞ്ഞത് കറണ്ട് എന്ന് കത്തണമെന്നില്ല. പക്ഷേ ഓർത്തോളം A എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. K തന്നാൽ എന്തായിരിക്കും? K ഫോർ കെൽവിൻ. കെൽവിൻ എന്തിൻ്റെ യൂണിറ്റ് എന്നറിയാമോ? നമ്മുടെ ടെമ്പറേച്ചർ ഇല്ലേ, നമ്മുടെ ഊഷ്മാവ്, താപനില, നമ്മൾ ഡിഗ്രി സെൽഷ്യസും കെൽവിനും പറയാറില്ലേ? ഇവിടെ SI യൂണിറ്റ് ആണ് ഈ കൊടുത്തേക്കണ എല്ലാം. നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താപനിലയുടെ കെൽവിനാണ്. അപ്പോൾ താപനിലയുടെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ്റെ ഡിഗ്രി സെൽഷ്യസും കാണും. മാറിപ്പോവരുത്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. വൈദ്യുതപ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് ആംപിയർ ആണ്. പദാർത്ഥത്തിൻ്റെ അളവുണ്ടല്ലോ, ഓരോ പദാർത്ഥത്തിൻ്റെയും അളവ്, അതിനെ പറഞ്ഞത് മോൾ വെച്ചിട്ടാണ് പറഞ്ഞത്. മോളാണ്, MOL ആണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ക്യാൻഡിലയാണ്. CD എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ക്യാൻഡില CD. അപ്പോൾ ഈ 6 ഒന്നുകൂടെ പറയാം. മാസ് ഏതാണ്? കിലോഗ്രാം, kg. സമയം ഏതാണ്? സമയം സെക്കൻഡാണ്. വൈദ്യുതപ്രവാഹ തീവ്രത ആംപിയർ A. താപനില കെൽവിൻ K. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ MOL. പ്രകാശ തീവ്രത ക്യാൻഡില CD. ഓക്കെ, SCRT ഇത്രയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ 1-2 പറയാം. ജസ്റ്റ് ചാർജ് ചോദിച്ചാൽ ചാർജിൻ്റെ SI യൂണിറ്റ് കുളമ്പാണ് കേട്ടോ. കുളമ്പ്. C എന്ന ലെറ്റർ ഉപയോഗിക്കുന്ന ചാർജിന്. ലൂമിനസ് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൂമിനസ് ഫ്ലെക്സ്. ഇത് പ്രകാശ തീവ്രത ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. ലൂമിനസ് ഫ്ലെക്സ് ആണെങ്കിൽ ലൂമൻ ആണ്, എല്ലാം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ പ്രഷറിൻ്റെ SI യൂണിറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഏതാ? പാസ്കൽ. അത് PA എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതുപോലെ ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇത് N എന്നുള്ള ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് PA. ഓക്കെ, നമ്മുടെ വെലോസിറ്റി ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ ആണെങ്കിലോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഫ്രീക്വൻസി ആണെങ്കിലോ ഫ്രീക്വൻസി ആവൃത്തി, അത് ഹെഡ്സ് ആണ് കേട്ടോ. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് HZ, ഹെഡ്സ് ആണ്. പിന്നെ വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ SI യൂണിറ്റ് ചോദിച്ചാൽ ജൂളാണ്, ജൂള്. പവറിൻ്റെ യൂണിറ്റ് ഏതാ? SI യൂണിറ്റ് പവർ വാട്ടാണ്, W വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് അളവുകൾ, അടിസ്ഥാന യൂണിറ്റുകൾ എന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.